കോഴ്സ് ആ പറഞ്ഞതിനോട് കൂടി അറ്റാച്ച് ചെയ്യുന്നത് ശരിക്കും മികച്ച സിനിമ എന്നുള്ളതിനേക്കാൾ എനിക്ക് സന്തോഷം നൽകുന്നത് മികച്ച സിനിമയ്ക്ക് കിട്ടി, മികച്ച സംവിധായകൻ എന്നുള്ളതിന് കിട്ടി, മികച്ച പശ്ചാത്തല സംഗീതത്തിന് കിട്ടി, മികച്ച ക്യാമറയ്ക്കും കിട്ടി. അത് അക്കാഡമിക് ആയിട്ടുള്ള കുറേ ആൾക്കാർക്ക് ഇതൊരു റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആണോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഐതിഹ്യം ഉണ്ടായിരുന്നോ എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് എത്തിക്കാനുള്ളൊരു ഞങ്ങളത് പോസ്റ്റർ ലോഞ്ച് ചെയ്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടാണ്. പുള്ളി മകളുടെ ഭാഗ്യയുടെ കല്യാണത്തിന്റെ നല്ല തിരക്കിൽ നിൽക്കുമ്പോൾ ഗോകുലാണ് എന്നോട് ചേട്ടൻ ഇങ്ങോട്ട് പോകാം നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു മൊമെന്റിലാണ് സാർ എനിക്കത് ചെയ്തു തന്നത്. വീട്ടിൽ വെച്ചിട്ടാണ് ചെയ്തത്. പല സ്ഥലങ്ങളിൽ വെച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ വിഷ്ണു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അമൃതയിലെ സമാഗമം എന്ന് പറയുന്ന ഇന്റർവ്യൂ കുറേ കാണുന്ന ഒരാളാണ്. അപ്പൊ അത് സിദ്ദിഖിക്കൊക്കെ എത്ര പ്രിപ്പയർ ചെയ്തിട്ടാണ് വലിയ ലെജൻസിനോട് സംസാരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതൊക്കെ നമുക്ക് ഇൻസ്പയർ ചെയ്യും. അപ്പൊ അതുപോലെ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളുടെ മുമ്പിൽ ഇരിക്കാൻ പറഞ്ഞ പോലെ എന്റെ ഹെറിഡിറ്ററിയിൽ ഒരു വലിയൊരു ആളില്ല, ഞാനൊരു നെപ്പോ കിഡ് അല്ല. KS ചിത്ര എന്ന് പറയുന്ന വലിയൊരു ലെജൻഡ് പാടുന്നത് ഞാൻ എൻ്റെ തൊട്ട് മുമ്പിൽ നിന്നിട്ട് കാണുകയാണ്. പട്ടാമ്പി മുതുതലയിൽ നിന്ന് വന്നിട്ടുള്ള ഒരാള്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഭയങ്കര മൊമെന്റുകളായിരുന്നു. സ്റ്റാർ സിംഗറിൽ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ആഗ്രഹങ്ങളിലാണ്. ഞാൻ സർവൈവ് ചെയ്യണം എന്നുള്ളത് എൻ്റെ ആവശ്യമാണ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. നാറാണത്ത് ഭ്രാന്തനെ അറിയില്ലേ? ഒരു മലമുകളിലേക്ക് പാറക്കല്ലിങ്ങനെ ഉരുട്ടിക്കയറ്റി അത് താഴോട്ടിട്ട് പിന്നെയും അതേ ശ്രമം പിന്നെയും ശ്രമിക്കുന്ന ഒരു അധ്വാനശീലി. അതുപോലത്തെ ഒരാളെയാണ് കിട്ടിയിരിക്കുന്നത് നാറാണത്ത് ഭ്രാന്തന്റെ നാട്ടിൽ നിന്നും. അനൂപ് കൃഷ്ണനാണ് ചേരുന്നത്. നമസ്കാരം. താങ്ക് യു. വണ്ടർഫുൾ ഇൻട്രൊഡക്ഷൻ. നാറാണത്ത് ഭ്രാന്ത് പിന്നെ അത് എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യമായിട്ട് അങ്ങനെ ഒരു സാധനം വരുന്നത്. നാരായണ ഭ്രാന്തന്റെ ഐതിഹ്യങ്ങളും പരിപാടികളൊക്കെ അറിയാലോ. പറയൂ പറ്റ മന്ദിര കോലത്തില് ഇത് പുള്ളി ചെയ്യുന്ന എഫേർട്ടുകൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് ടു ഗുഡ്. അത് അങ്ങനെ. ഫസ്റ്റ് ഓഫ് നിങ്ങൾ വിഷ്ണു ഒരുപാട് സന്തോഷം. കാരണം വിഷ്ണുവിനെ പല സ്ഥലങ്ങളിൽ വെച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ വിഷ്ണു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആൻഡ് ഐ ആം എ ഗ്രേറ്റ് ഫാൻ ഓഫ് യു. അങ്ങനെയല്ല, ലൈക്ക് ഒരു ഇന്റർവ്യൂ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ചാറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനെ പറ്റിയിട്ട് ഏറ്റവും നന്നായിട്ട് ഒരു സ്റ്റോറി കൊണ്ടുവന്നിട്ട് സംസാരിക്കുന്ന ആളോട് സംസാരിക്കുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷം. കാരണം ആ വിഷ്ണു എനിക്ക് തോന്നുന്നു ഇപ്പം അടുത്ത് റീസെന്റ് ആയിട്ട് പോലും ഗൗതം വാസുദേവൻ സാറിനോട് സംസാരിച്ചത്, അതിനുമുമ്പ് പല ആൾക്കാരോട്. ഇപ്പം ഞാനൊക്കെ അമൃതയിലെ സമാഗമം എന്ന് പറയുന്ന ഇന്റർവ്യൂ കുറേ കാണുന്ന ഒരാളാണ്. അപ്പൊ അത് സിദ്ദിഖിക്കൊക്കെ എത്ര പ്രിപ്പയർ ചെയ്തിട്ടാണ് വലിയ ലെജൻസിനോട് സംസാരിക്കുന്നത് എന്നുള്ള. അപ്പൊ അതൊക്കെ നമുക്ക് ഇൻസ്പയർ ചെയ്യും. അപ്പൊ അതുപോലെ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളുടെ മുമ്പിൽ ഇരിക്കാൻ ഈ ബിഗ് ബോസിന് അപ്പുറത്തേക്ക് ഒരു മേൽവിലാസം ഉണ്ടാക്കുക അത് വലിയ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം രണ്ട് രീതിയിലാണ് ബിഗ് ബോസിൽ കയറിയ ആളുകളെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഒന്നില്ലെങ്കിൽ അവർ ഒരു ഫെയിമിൻ്റെ ഒരു വേറൊരു രീതിയിലേക്ക് കിടക്കും, അല്ലെങ്കിൽ ബിഗ് ബോസിനപ്പുറം അവർ പിന്നെ എവിടെയാ എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് പോകേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്താറ്. അതിനപ്പുറത്തേക്ക് ഒരു മേൽവിലാസം ഉണ്ടാക്കിയിരിക്കുന്നു. കേരള ഫിലിം ടെലിവിഷൻ അവാർഡ്സിൽ ബെസ്റ്റ് ആക്ടറിനും ബെസ്റ്റ് സിനിമയ്ക്കുമുള്ള അവാർഡ്സ് കരസ്ഥമാക്കിയിരിക്കുന്നു. കൺഗ്രാജുലേഷൻസ് ബൈ ദ വേ. അങ്ങനെ എപ്പോഴും ഒരു ശ്രമം ഉണ്ടല്ലേ, നിന്നതിൽ തന്നെ നിൽക്കാതെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഫോർവേഡ് ചെയ്യാൻ, ഒരു ലീപ്പ് കൊടുക്കാൻ ഒരു ഉന്തുണ്ട്. ഉറപ്പായിട്ടും അത് അങ്ങനെ ഉന്തിക്കൊണ്ടിരുന്നിട്ടല്ലേ കാര്യമുള്ളൂ. നമ്മള് മൂവ് ചെയ്തുകൊണ്ടിരിക്കില്ല. ഉന്തുമ്പോ തന്നെ അത് മൂവ് ചെയ്യണമെങ്കിൽ ഒരു ചക്രം അവിടെ ഉണ്ടായിരിക്കണല്ലോ. ചക്രം ഒരു സ്ഥലത്ത് നിൽക്കാതെ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കണമല്ലോ. ഓഫ്കോഴ്സ് ആ പറഞ്ഞതിനോട് കൂടി അറ്റാച്ച് ചെയ്യുന്നത് ശരിക്കും മികച്ച സിനിമ എന്നുള്ളതിനേക്കാൾ എനിക്ക് സന്തോഷം നൽകുന്നത് മികച്ച സിനിമയ്ക്ക് കിട്ടി, മികച്ച സംവിധായകൻ എന്നുള്ളതിന് കിട്ടി, മികച്ച പശ്ചാത്തല സംഗീതത്തിന് കിട്ടി, മികച്ച ക്യാമറയ്ക്കും കിട്ടി. അപ്പോൾ ഞാൻ ആഗ്രഹിച്ച, ഞാൻ സ്വപ്നം കണ്ടത് കൺമഷി എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് യൂട്യൂബിൽ മില്യൺസ് ഓഫ് വ്യൂസ് വരുന്നതിനേക്കാട്ടിൽ കൂടുതൽ അത് അക്കാഡമിക് ആയിട്ടുള്ള കുറേ ആൾക്കാർക്ക് ഇതൊരു റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആണോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഐതിഹ്യം ഉണ്ടായിരുന്നോ എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് എത്തിക്കാനുള്ളൊരു ക്ലാസിക് പോലെ ശ്രമമായിരുന്നു അത്. അതിലൊരു 10% ഒക്കെ വേണമെങ്കിൽ നമുക്കത് സക്സസ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. ഡെഫിനറ്റ്ലി അതൊരു റെസ്യൂമായിട്ട് നമുക്കൊന്ന് ആളുകളെ കാണിക്കാൻ പറ്റാവുന്ന ഒരു അവസ്ഥയിലേക്ക് ആ ഷോർട്ട് ഫിലിം എത്തിയിട്ട്, പ്രത്യേകിച്ച് ടൈറ്റിൽ ഗ്രാഫിക്സ് ഒക്കെ വളരെ ക്വാളിറ്റി ഉള്ളതാണ്. അതിൽ ഉപയോഗിച്ചിട്ടുള്ള മ്യൂസിക് ആയാലും ശരി, ശരിക്കും സിനിമയെ പോലെ തന്നെയാണ് ആദ്യം തൊട്ട് അവസാനം വരെ. അവസാനം ഒരു എപ്പിലോഗോടുകൂടി അത് അവസാനിക്കുന്നു. ശരിക്കും ഒരു ഫീച്ചർ ഫിലിം തന്നെയായിട്ട് തന്നെ അതിനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഈ തെയ്യം എടുത്ത് ചെയ്യുക, തെയ്യത്തിനകത്ത് തന്നെ തെയ്യം ആരാണ് കെട്ടുന്നത്, എന്തിനാണ് കെട്ടുന്നത് എന്നൊക്കെ നമുക്കറിയാം. അവിടെയും നിങ്ങളൊരു ട്വിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ആ ഷോർട്ട് ഫിലിമിനകത്ത്. അത് ഒറിജിനലി
ആലോചിക്കുമ്പോൾ തന്നെ ഇത് വന്നിരുന്നു. ആദ്യം എനിക്ക് തോന്നുന്നു സോങ് അല്ലേ വന്നത് മനസ്സിലേക്ക്? അതായത് ഏറ്റവും ആദ്യം ഇത് അഞ്ജലി മുകുന്ദം, അഞ്ജലി ഒരുപാട് ഡിവോഷണൽ സോങ്ങുകൾ അവരുടെ ചാനലിന് വേണ്ടി ചെയ്യുന്നൊരു സിംഗർ കം കമ്പോസറാണ്, മ്യൂസിക് കമ്പോസർ കം സിംഗറാണ് അവർ. അപ്പോൾ അവരുടെ ഒരു മ്യൂസിക് വീഡിയോയിലേക്ക് അവർ ചെയ്തൊരു ഒറിജിനൽ സോങ്ങിലേക്ക് എന്നെ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് കോണ്ടാക്ട് ചെയ്യുന്നത്. പക്ഷെ അത് ഞങ്ങളുടെ ആ പാട്ടിന് എനിക്ക് ഒരു പരിധിയിൽ കൂടുതൽ കുറച്ചും കൂടി നല്ല വിഷ്വൽസ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കഥ അതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ വന്നു. അങ്ങനെ ഞങ്ങൾ പരസ്പരം സംസാരിച്ചപ്പോൾ ഞാൻ അഞ്ജലിയോട് പറഞ്ഞു, നമുക്ക് ഇതിനെ കുറച്ചും കൂടി ഒരു ലാർജ് സ്കെയിൽ അവതരിപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, കാരണം ആ പാട്ടിന് അത്രത്തോളം ഫീൽ ഉണ്ട്. വൈക്കം വിജയലക്ഷ്മി മാമാണ് പാടിയത്. അപ്പോൾ അത് അത്രയും ഭയങ്കര ഇൻറ്റൻ്റ് ആയിട്ട് പോകുന്നൊരു പാട്ടാണ്, അത് ഭയങ്കര രസമുള്ളതാണ്. അപ്പോൾ അതിന് അങ്ങനെ ഒരു സംഭവം കൊടുക്കാൻ തോന്നി. അങ്ങനെ ഒരു കഥ പുതിയതായിട്ടൊരു ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ളൊരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ആൾക്കാരിലേക്ക് കൺവേ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ലാക്ക് ഓഫ് കോൺഫിഡൻസ് എന്ന് വേണമെങ്കിൽ പറയാം. സോ നമ്മൾ കേട്ട് ശീലിച്ച, കണ്ട് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഉള്ള കുറേ കണ്ട് ശീലിച്ച, അങ്ങനെയുള്ള ഒരു കഥകളുമായിട്ടൊക്കെ സാമ്യമുള്ളൊരു കഥ രൂപപ്പെടുത്തിയെടുക്കുക. എവിടെ കൊണ്ടൊക്കെയോ നമ്മുടെ ചുറ്റുപാടുകളിലുള്ള എൻറ്റയർ കേരളത്തിൻ്റെ, ഇപ്പോൾ തെയ്യം എന്ന് പറയുന്നത് ഈ മലബാർ മേഖലയിൽ അല്ലെങ്കിൽ വടക്കൻ മേഖലയിലേക്കുള്ള ഒന്നാണെങ്കിൽ, ഈ ബാക്കി പുഴ അല്ലെങ്കിൽ ഭാരതപ്പുഴയുടെ സംസ്കാരമൊക്കെ വരുന്നത് ഞങ്ങളുടെ ഒരു ഏരിയയിലാണ്, വള്ളുവനാടിൻ്റെ ഒരു ഏരിയയിലാണ്. പട്ടാമ്പി അല്ലെങ്കിൽ ഒറ്റപ്പാലം, പാലക്കാടിൻ്റെ ആ ഒരു ഏരിയയിലൊക്കെയാണ്. അപ്പോൾ ആ ഏരിയയിലേക്ക് തെയ്യത്തിനെ കൊണ്ടുവരിക, അങ്ങനെ ഒരു കഥ കൊണ്ടുവരിക എന്നൊക്കെ പറയുമ്പോൾ, പ്രത്യേകിച്ച് നാടൻ പാട്ട്, പുള്ളുവൻ പാട്ട് എന്നൊക്കെ പറയുന്നത് ഞങ്ങളുടെ ഏരിയയിലുള്ളതാണ്. അപ്പോൾ രണ്ടിനും ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിച്ചതാണ്. അങ്ങനെ വന്നിട്ട് ഒരു ഡെവലപ്പായിട്ടുള്ളൊരു കഥയാണത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ക്യാരക്ടേഴ്സിന് ആ രീതിയിലേക്ക്, ആൾക്കാരിലേക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് അത് മാറ്റി. ടൈറ്റിൽ ഗ്രാഫിക്സ് പറഞ്ഞത് പോലും എന്തിന് ഇത്രയും എക്സ്പെൻസീവ് ആയിട്ട് ടൈറ്റിൽ ഗ്രാഫിക്സ് ചെയ്യുന്നു എന്നുള്ള ഞങ്ങളുടെ ടീമിൻ്റെ ഉള്ള മുഴുവൻ ഡിസ്കഷൻ ഉണ്ടായിരുന്നതാണ്. ഞാനത് വിചാരിക്കുകയായിരുന്നു. അതെ, ഒരു ബ്ലാക്ക് സ്ക്രീനിൽ വെറുതെ പേരെഴുതിയാൽ പോലും എന്തിന് അതിനൊരു ടൈറ്റിൽ ഗ്രാഫിക്സിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയും ഞാൻ ആലോചിച്ചത്, ഒരു 25 മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറിൻ്റെ ഉള്ളിലുള്ള ഒരു കഥ പറയുമ്പോൾ ആദ്യം മുതലേ ആൾക്കാരെ കഥയിലേക്ക് ഇൻ ചെയ്യണമെങ്കിൽ ആ കഥയുമായി സാമ്യമുള്ള, അപ്പം ഞാൻ ആ ടൈറ്റിൽ ഗ്രാഫിക്സ് വർക്ക് ചെയ്യുമ്പോൾ ആ ഗ്രാഫിക്സ് ചെയ്യുന്ന ലൂമ എഫക്സിലാണ് ചെയ്തത്, നമ്മുടെ ഇരട്ട സിനിമയുടെ സംവിധായകനായിട്ടുള്ള രോഹിത്തിന്റെ. അപ്പൊ അദ്ദേഹത്തിന് അവിടെ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്, ഒരു പാമ്പിന്റെ POVയിൽ വേണം നമുക്കിത് സംസാരിക്കാൻ, ഈ ടൈറ്റിൽ വരാൻ. അപ്പൊ അത് ഇനി ശ്രദ്ധിക്കാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ പോലും അതൊരു പാമ്പ് കാണുന്ന കാഴ്ചയിലൂടെയാണ് നമ്മൾ ആ ടൈറ്റിൽ ഗ്രാഫിക്സ് വർക്ക് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഇത് പോകുന്നത് ആ പാമ്പിൻ്റെയാണ്. തുടക്കത്തിലും ആ സോങ്ങിന്റെ ബിഗിനിങ്ങിലൊക്കെ ഒരു ഫ്രം ദ ഗ്രൗണ്ട് വ്യൂ എന്നുള്ളൊരു മൂഡിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കണക്റ്റഡ് ഇൻ ടു പുള്ളുവൻ പാട്ടാണ് ശരിക്കും. മനസ്സിലായി. പിന്നെ നാഗപടം തെയ്യമാണല്ലോ. അതെ, നാഗപത്തി തെയ്യമാണ് വരുന്നത്. അപ്പൊ അതും 2 തെയ്യമാണ്. അത് തീച്ചാമുണ്ടി തെയ്യമുണ്ട്, തീച്ചാമുണ്ടിയുണ്ട്, നാഗപത്തി. ഈ കളിയാട്ടം ഏതെങ്കിലും പോയിന്റിൽ ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടോ? കളിയാട്ടം കണ്ടിരുന്നോ? ഭയങ്കര ഇൻസ്പയർഡ് ആണ്. കാരണം ഞാൻ തെയ്യം ഇതിനു മുമ്പ് നേരിട്ട് കണ്ടിട്ടില്ല, കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഇങ്ങനൊരു പാട്ട് ചിന്തിക്കുമ്പോഴും അല്ലെങ്കിൽ ഈ പാട്ടിലെ വിഷ്വൽസും കഥയൊക്കെ ചിന്തിക്കുമ്പോഴും ഇതൊക്കെ നമുക്കിങ്ങനെ വന്നിരിക്കുന്ന ഒരു സംഭവമായിരുന്നു. അപ്പോൾ ഈ ഒരു പ്ലോട്ട് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഷൂട്ട് തുടങ്ങുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞത്, കളിയാട്ടവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ സുരേഷ് ഗോപി സാറിനെ കൊണ്ട് ഇതിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടിൽ സുരേഷ് ഗോപി സാറിൻ്റെ ഒരു സാന്നിധ്യം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ബ്ലിസ്ഫുൾ മൊമെന്റ് ആയിരിക്കുമെന്ന് തോന്നി. ഞങ്ങളത് പോസ്റ്റർ ലോഞ്ച് ചെയ്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടാണ്. പുള്ളി മകളുടെ ഭാഗ്യയുടെ കല്യാണത്തിന്റെ നല്ല തിരക്കിൽ നിൽക്കുമ്പോൾ ഗോകുലാണ് എന്നോട്, ചേട്ടൻ ഇങ്ങോട്ട് പോകാം, നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു മൊമെന്റിലാണ് സാർ എനിക്കത് ചെയ്തു തന്നത്, വീട്ടിൽ വെച്ചിട്ടാണ് ചെയ്തത്. സോ കളിയാട്ടം ഓഫ് കോഴ്സ് അത് ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആണ്. പക്ഷെ ഒരിക്കലും ആ ഒരു സ്റ്റോറിയുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. ആ സെറ്റിങ്ങിന് അല്ലെങ്കിൽ ആ ഒരു ടെറൈനിന് ചെറിയ ബന്ധം ഉണ്ടായിരിക്കും ചിലപ്പോൾ. അല്ല, അത് ഈ തെയ്യം എന്ന് പറയുന്ന ഒരു പ്ലോട്ട് ഉണ്ടായിരിക്കാം. അതെ അതെ, അതുകൊണ്ടായിരിക്കാം, അറിയില്ല. ഇപ്പം ഇതിനകത്ത് ഈ ജാതീയതയെ പറ്റി പോലും ചെറിയ പരാമർശങ്ങളുണ്ട്. അത് എൻ്റെ സർഫസിലൂടെ മാത്രമേ ഉള്ളൂ. അതായത് തമ്പുരാന്റെ മകനാണ്, പക്ഷെ പൂന്നൂലിടുന്നില്ല അയാൾ ത്രൂ ഔട്ട്. അത് ഒരു രസമുള്ള ഡീറ്റെയിൽ ആയിട്ട് തോന്നി. അയാളാണ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് പല കാര്യങ്ങളും, തെയ്യൻ പഠിക്കാനും അയാളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്. പൂന്നൂലിടാതെ തമ്പുരാനെ അവതരിപ്പിക്കാം, അത് കോൺഷ്യസ് ആയിട്ട് എടുത്ത തീരുമാനപൂർവ്വം ചെയ്ത. കാരണം എല്ലാ ഇത്തരം ഒരു സാമുദായികപരമായിട്ടുള്ള ഒരു ചുറ്റുപാടിൽ അല്ലെങ്കിൽ
എന്താ പറയുക, ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന പല ഫാമിലീസിൽ നിന്നും ഈ ആർട്ടുമായി ബന്ധമുള്ള അല്ലെങ്കിൽ കലാഹൃദയമായ അല്ലെങ്കിൽ കലാപരമായി ചിന്തിക്കുന്ന ആൾക്കാർ മുഴുവൻ അതിന്ന് ഔട്ട് ഓഫ് ദി ബോക്സ് ചിന്തിക്കുന്ന ഒരാളായിരുന്നു. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പുള്ളി കലയായിട്ടാണ് തെയ്യത്തിനെ കാണുന്നത്. അപ്പോൾ അവരുടെ സമുദായത്തിൽ തെയ്യമില്ല എന്നുള്ളത് പുള്ളിക്ക് അറിയാം, അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടും എല്ലാവർക്കും അറിയാം. ഒരു പൂണൂലിൽ ഒരിക്കലും തളയ്ക്കപ്പെടേണ്ട ഒരാളല്ല എന്നുള്ളൊരു തോന്നലും പുള്ളിക്കുണ്ട്. പൂണൂലിൽ തളയ്ക്കപ്പെടുന്നു എന്നുള്ളതല്ല, പറയുന്ന കാലഘട്ടത്തിൽ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. എല്ലാം ഒരിക്കലും ഒരു ബ്ലാക്ക് ഷെയ്ഡഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പോലും ബ്ലാക്ക് ഷെയ്ഡഡ് ആയിട്ടുള്ള കുറേ സ്റ്റോറീസ് നമ്മൾ കേട്ടിട്ടും നമുക്ക് അനുഭവം ഉള്ളതൊക്കെ ഉണ്ട്. ആൻഡ് സ്റ്റിൽ ഈസ് ദർ. അത് ആ ഒരു സാമുദായികമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് റീസെൻ്റ് ആയിട്ടുള്ള പല ഇൻസിഡൻറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ലോജിക്കലി നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റാത്ത പല ഇൻസിഡൻസും ഇപ്പോഴൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിപ്പോഴും ഉണ്ട്. അതൊരിക്കലും നമ്മുടെ സമൂഹത്തിനോ നമ്മുടെ ചുറ്റുപാടുന്നോ ഈ ലോകത്ത് എവിടെ നിന്നും അത് പോവില്ല. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. സോ അതിനെതിലേക്ക് എന്നാൽ കഴിയുന്ന രീതിയിൽ കണക്ട് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സർവൈവ് ചെയ്യാനേ, അതായത് സിനിമാ ബന്ധങ്ങളില്ലാതെ നമുക്ക് അങ്ങനെ ടാലന്റ് തെളിയിക്കാൻ വേണ്ടി മാത്രം ഒരു വലിയ ഒരു സ്റ്റാർ ഡയറക്ടറുടെ ഒരു അനുഗ്രഹം കിട്ടാതെ, അല്ലെങ്കിൽ ഒരു അവസരം കിട്ടാതെ, ഇപ്പോൾ അങ്കമാലി ഡയറീസിന് പെപ്പയ്ക്കോ ബാക്കിയുള്ളവർക്കൊക്കെ കിട്ടിയതുപോലെയോ, അല്ലെങ്കിൽ ഫാസിൽ സാർ ശ്രീ മോഹൻലാലിനും ശങ്കറിനും ഒക്കെ അവസരം കൊടുത്തതുപോലെയോ ഒന്നും അവസരം കിട്ടാത്ത ഒരാൾക്ക്, അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾക്ക് സർവൈവ് ചെയ്യൽ എത്രമാത്രം ശ്രമകരമാണ്? എല്ലാ ആൾക്കാർക്കും ഈ പറഞ്ഞ പോലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആൾക്ക് പോലും സർവൈവ് ചെയ്യണമെങ്കിൽ ഒരുപാട് ഒരു ടാലന്റ് കാണിച്ചുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അതിനെ പോളിഷ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. കാരണം ഇന്ന് സിനിമ കാണുന്ന ആൾക്കാർ അത്രത്തോളം അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരല്ലേ. ഒരാഴ്ചയിൽ ഒരു സിനിമ കാണാമെന്ന് തീരുമാനിച്ചിട്ട് ഒരു പ്രേക്ഷകൻ തിയേറ്ററിലേക്ക് അവൻ്റെ ഫാമിലിയും കൂട്ടി കൊണ്ടുവന്ന് സിനിമ കാണുക എന്നുള്ള വലിയൊരു പാർട്ട് അപ്പുറത്തുണ്ടെങ്കിലും ഇതിനെക്കാട്ടിലൊക്കെ ഉപരി ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ തക്കവണ്ണം പ്രാപ്തിയുള്ള ഓഡിയൻസ് ഉള്ളൊരു ഭയങ്കര മാറ്റം. കാരണം OTT എന്ന് പറയുന്നതും ഈ ഫിലിം ഫെസ്റ്റിവലുകൾ എന്ന് പറയുന്നതൊക്കെയും അത്രത്തോളം നമ്മളതിനെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ പറഞ്ഞ പോലെ ഒരു വലിയൊരാളുടെ പിൻബലം ഇല്ലെങ്കിൽ പോലും വളർന്നു വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ അതിനേക്കാട്ടിലൊക്കെ ഉപരി ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു പുഷ് കിട്ടിക്കഴിഞ്ഞാൽ ഏതാളും അത് ആഗ്രഹിക്കുന്നതാണ്. ഇപ്പം ഞാനും ആഗ്രഹിക്കുന്ന തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും ആദ്യം മുഖം കാണിക്കുന്നത് ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ് എന്ന് പറയുന്ന ഒരു സിനിമയിൽ ചെറിയൊരു ഷോട്ടിലാണ് മുഖം കാണിക്കുന്നത്. അപ്പോൾ അത് ആ സിനിമ സംഭവിക്കുന്നത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അനിൽ മാത്യു എന്ന് പറയുന്ന ഒരാൾ സണ്ണി ചേട്ടനുമായി കണക്ട് ചെയ്തിട്ട് ഒക്കെയാണ് ഞാൻ അതിലേക്ക് എത്തുന്നതൊക്കെ. ഈ മാർത്താണ്ഡൻ എന്ന് പറയുന്ന മാർത്താണ്ഡൻ എന്ന് പറയുന്ന ഈ ഡയറക്ടർ എൻ്റെ കൺമഷി എന്ന് പറയുന്ന സിനിമ ആദ്യമായിട്ട് എറണാകുളത്ത് വനിതാ തിയേറ്ററിൽ പ്രദർശിപ്പിച്ച് അദ്ദേഹം കാണാൻ വന്നു. ഞാൻ അദ്ദേഹത്തിന് ഇൻവൈറ്റ് ചെയ്ത് അദ്ദേഹം കാണാൻ വന്നു. ഈ സിനിമ കണ്ട് ഭയങ്കര സന്തോഷമായിട്ട് റിവ്യൂ പറഞ്ഞ് പോയി. 2 മണിക്കൂറിന് ശേഷം പുള്ളി എന്നെ പേഴ്സണലി വിളിച്ചിട്ട് നന്നായിട്ടുണ്ട്, ഇത്രയും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ലേ എന്നുള്ള രീതിയിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. സോ ഈ പറഞ്ഞ പോലെ എനിക്കതൊക്കെ ഭയങ്കര മൈലേജ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. വലിയൊരാളായിട്ടുള്ള ബാലേന്ദ്ര മേനോൻ സാറിൻ്റെ സിനിമ അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നിട്ട് ആ സിനിമ എങ്ങനെയാണ് എടുക്കുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്നുള്ളത് വേറൊരു പോസ്റ്റിൽ നിന്നുകൊണ്ട് ഞാനത് കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ലെജൻസിനെ മീറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനതിനെ അങ്ങനെയാണ് കരുതുന്നത്. എനിക്ക് ഈ പറഞ്ഞ പോലെ എൻ്റെ ഹെറിഡിറ്ററിയിൽ ഒരു വലിയൊരു ആളില്ല, ഞാനൊരു നെപ്പോ കിഡല്ല. പക്ഷെ എനിക്ക് എൻ്റെതായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട്. ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ആഗ്രഹങ്ങളിലാണ്. ഞാൻ സർവൈവ് ചെയ്യണം എന്നുള്ളത് എൻ്റെ ആവശ്യമാണ്. എൻ്റെ ആവശ്യമാണ് ഞാൻ സർവൈവ് ചെയ്യണം എന്നുള്ളത്. സോ ഞാൻ യാത്ര ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഞാൻ മീറ്റ് ചെയ്യുന്ന ലെജൻസ്, ഞാൻ ചെയ്തൊരു വർക്ക് കാണിക്കാൻ ഇപ്പോഴും ഞാൻ ഈ കൺമഷിയുടെ ഈ സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡ് വന്നപ്പോഴും ഞാൻ ഓരോരുത്തർക്ക് അത് വീണ്ടും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണണേ, ഇതിനാണ് എനിക്കത് കിട്ടിയത് എന്ന് പറയുമ്പോൾ ലൈക്ക് എൻ്റെ യാത്രയാണ്. നമ്മൾ പറയില്ലേ ഒരു പ്രയാണം എന്ന് പറയില്ലേ, അത് എങ്ങനെയാണ്. ഇപ്പൊ ഏത് രീതിയിലേക്ക് പൊസിഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഒരു സ്റ്റോറി ടെല്ലർ ആവണം എന്നാണോ വിചാരിക്കുന്നത്? അതോ ഇപ്പോൾ സ്വയം പ്രൊജക്റ്റുകൾ സെറ്റ് ചെയ്യുന്ന ഇപ്പോൾ രാജ്ബി ഷെട്ടിയൊക്കെ അച്ചീവ് ചെയ്തിട്ടുള്ളൊരു, ലക്ഷ്യ ഷെട്ടിയൊക്കെ അച്ചീവ് ചെയ്തിട്ടുള്ളൊരു ലെവലുണ്ട്. അവർക്ക് കഥകൾ പറയാനും അറിയാം, അവർക്കത് അഭിനയിച്ച് ഫലിപ്പിക്കാനുള്ള, ആളുകളെ അത് വിശ്വസിപ്പിക്കാനുള്ള കഴിവുണ്ട്. ആ ഒരു സ്റ്റേച്ചറിലാണോ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ വിഷ്ണു പറഞ്ഞില്ലേ, ഋഷഭ് ഷെട്ടി, രാജ്ബി ഷെട്ടി, അല്ലെങ്കിൽ മലയാളത്തിൽ തന്നെ ഇപ്പോൾ ദിലീഷ് പോത്തൻ എന്ന് പറയുന്ന വലിയൊരു ഇതുപോലെ എക്സാക്ട്ലി അതുപോലെ തന്നെ ഇപ്പം നമ്മളൊരു നാളെ ചിലപ്പോൾ വേറെ ഇതുപോലെ വരുന്ന ഒരാളുടെ മുമ്പിൽ പറയാൻ പറ്റുന്ന ഒരു ഉദാഹരണമായിട്ട് മാറണം അനൂപ് കൃഷ്ണൻ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അനൂപ് എന്നുള്ളൊരു പേര് മലയാള സിനിമയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ലൈക്ക് അനൂപ് കൃഷ്ണൻ എന്ന് പറയുന്ന എൻ്റെ പേര് കൃത്യമായിട്ടുള്ള സിഗ്നേച്ചറോട് കൂടി എനിക്ക് അവിടെ ഉണ്ടാക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അത് ഞാൻ ആസ് എൻ ആക്ടർ എന്നുള്ള രീതിയിൽ സ്വയം പോളിഷ് ചെയ്തുകൊണ്ട് എനിക്കത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ആസ് എ മേക്കർ എന്നുള്ള രീതിയിൽ എനിക്ക് എന്ത് ഡിഫറെൻ്റ് ആയിട്ട് ഞാൻ കണ്ട് പരിചയിച്ച് വന്നിട്ടുള്ള, എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള സിനിമകളിൽ നിന്നും എൻ്റെതായിട്ടുള്ള വേർഷൻ കൊടുക്കണം എന്നുണ്ട്. സോ അനൂപ് കൃഷ്ണൻ എന്നുള്ളൊരു പേര് എനിക്ക് എൻ്റെതായിട്ടുള്ള
സിഗ്നേച്ചറോട് കൂടി എനിക്ക് ഇടണമെന്നുണ്ട്. ഈ സീരിയൽസ് എപ്പോഴെങ്കിലും ഒരു റോങ് ചോയ്സ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ എന്ന് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എത്രയൊക്കെ സീരിയലിൽ നമ്മൾ ഒരു വലിയ സൂപ്പർ സ്റ്റാർ ആണെങ്കിൽ പോലും അവിടെ നിന്ന് നമ്മളെ സിനിമയിലേക്ക് വിളിക്കുക. എനിക്കൊന്നും അങ്ങനെ ബ്രേവ് അറ്റംപ്റ്റ് നടത്തിയിട്ടുള്ള ജിത്തു ജോസഫിനെ പോലുള്ള ചിലരൊക്കെ അങ്ങനെ നടത്തിയിട്ടുള്ളൂ. ഇതിന് എന്തൊക്കെയായാലും രണ്ടാം കിട സ്വഭാവം അറിഞ്ഞോ അറിയാതെയോ അലിഖിതമായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അതിനെ ഒരു ഉച്ചനീതിത്വമായിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നാൽ പോലെ അവിടെ നിന്നൊരു പിക്ക്, ഇവിടെ 100 പേരുണ്ടല്ലോ മെയിൻ സ്ട്രീമിൽ. സീരിയൽ എപ്പോഴെങ്കിലും റോങ് ചോയ്സ് ആയിരുന്നോ അല്ലെങ്കിൽ മോശം പാത്വേ ആയെന്നോ തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഞാൻ ചെയ്തിട്ടുള്ള ഒന്നും തന്നെ ഒരു റോങ് ആയിട്ട് എനിക്ക് ഇതുവരെ, സത്യം പറഞ്ഞാൽ എന്നോട് ബിഗ് ബോസിന്റെ കാര്യം ഇതേപോലെ തന്നെ ചോദിക്കാറുണ്ട്. ഒരിക്കലും അങ്ങനെ തോന്നില്ല. കാരണം സീതാ കല്യാണം എന്ന് പറഞ്ഞ ഒരു സീരിയലിലെ കല്യാണം എന്നൊരു ക്യാരക്ടർ ഞാൻ ചെയ്യുന്നതിന്റെ മുമ്പ് ഓൾറെഡി 8-9 സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇഷ്ടി എന്ന് പറയുന്ന സംസ്കൃത സിനിമ, അത് ഇന്ത്യൻ പനോരമയുടെ റെക്കഗ്നീഷൻ കിട്ടിയിട്ടുള്ള ഒരു സിനിമയിലെ വൺ ഓഫ് ദി എക്സാക്ട്ലി ആ ഒരു ഈ റെഡ് കാർപ്പറ്റിൽ നടക്കാനുള്ള ഒരു അവസരമൊക്കെ തന്ന ഒരു സിനിമ. അപ്പം അത്രയും വലിയൊരു സിനിമ SPBനെ പോലെ അല്ലെങ്കിൽ വലിയ വലിയ ആർട്ടിസ്റ്റുകൾ വന്നു പോയ ഒരു ഇവന്റിന്റെ ഭാഗമായിട്ടുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെ ചെയ്യാനുള്ള എനിക്കൊരു അവസരം കിട്ടിയിട്ട് ഞാൻ വന്നിട്ട് സീതാ കല്യാണം എന്ന് പറഞ്ഞൊരു സീരിയൽ ചെയ്തതിന്റെ ശേഷമാണ് എൻ്റെ മുഖം മലയാളത്തിലുള്ള ഒരു കുറേ ആൾക്കാർക്ക് ഓക്കെ ഈ പയ്യൻ ഇന്ന ആളാണെന്ന് അതുവഴിയാണ് എനിക്ക് മറ്റു അവസരങ്ങളൊക്കെ വന്നിരിക്കുന്നത്. സീരിയൽ ഞാൻ ഫിനിഷ് ചെയ്യാതെയാണ് അതിന് പോരുന്നത്. അതെനിക്ക് ആ ഒരു പ്രൊഡക്ഷനുമായിട്ടുണ്ടായ ഇഷ്യൂസ് കൊണ്ട് പോരുന്നത്. കുറേ പെൻഡിങ് വരികയും അല്ലെങ്കിൽ കുറേ അവരുമായിട്ടുള്ള ഡീലിങ്സ് ഭയങ്കരമായിട്ട് മോശമായിട്ട് വന്ന് നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു കണ്ടീഷനിൽ ഞാൻ ഫിനാൻഷ്യലി എൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു കണ്ടീഷനിൽ ഞാൻ ബാക്ക് ഔട്ട് ചെയ്തതാണ്. ടോർച്ചറിന്റെ എക്സ്ട്രീം ലെവലിൽ വന്നപ്പോഴൊക്കെ ഞാൻ ബാക്ക് ഔട്ട് ചെയ്തതാണ്. അത് ഒരു പക്ഷേ ഒരു സ്ഥലത്ത് ഒരു കംപ്ലൈന്റ് പോലും ഞാൻ പറഞ്ഞിട്ടില്ല, ഒരാളോടും കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല. ഞാനായിട്ട് ബാക്ക് ഔട്ട് ചെയ്തതാണ്. കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ അത് എന്നെ ബാധിക്കുമെന്ന് തോന്നുന്നൊരു മൊമെന്റിൽ ഞാൻ ബാക്ക് ഔട്ട് ചെയ്തതാണ്. പക്ഷെ അപ്പോഴും എനിക്ക് അപ്പുറത്ത് വേറൊരു ഓപ്ഷൻ എനിക്ക് അപ്പുറത്ത് കിട്ടി. സ്റ്റാർ സിംഗറിലൊരു ആങ്കറിങ് എന്ന് പറയുന്നൊരു പൊസിഷൻ കിട്ടി. ആ സ്റ്റാർ സിംഗറിലെ ആങ്കറിങ് ഒരു ഷെഡ്യൂൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ബിഗ് ബോസ് എന്ന് പറയുന്ന വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടി. എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം ചിത്ര, അമ്മേനെ ഭയങ്കര ഇഷ്ടമാണ്. KS ചിത്ര എന്ന് പറയുന്ന വലിയൊരു ലെജൻഡ് പാടുന്നത് ഞാൻ എൻ്റെ തൊട്ട് മുമ്പിൽ നിന്നിട്ട് കാണുകയാണ്. പട്ടാമ്പി മുതുതലയിൽ നിന്ന് വന്നിട്ടുള്ള ഒരാൾ. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഭയങ്കര മൊമെന്റുകളായിരുന്നു സ്റ്റാർ സിംഗറിൽ. അപ്പോൾ ആ ആൾക്ക് ചിത്ര ചേച്ചിയുടെ തൊട്ടടുത്ത് നിൽക്കാനൊക്കെ പറ്റും. അപ്പം അതൊക്കെ എൻ്റെ അച്ചീവ്മെന്റ്സ് ആയിട്ട് ഞാൻ കരുതി. കാരണം അപ്പുറത്ത് എനിക്ക് വലിയൊരു അവസരം അപ്പുറത്ത് എൻ്റെ മാറി. സീതാ കല്യാണത്തിലെ കല്യാണം എന്ന് പറയുന്ന ടൈറ്റിൽ ക്യാരക്ടർ മാറി. സെയിം ടൈം എനിക്ക് ഇപ്പുറത്ത് വേറെ സാധനങ്ങൾ വന്നുകൊണ്ടിരുന്നു, കിട്ടിക്കൊണ്ടിരുന്നു. അപ്പം എൻ്റെ വഴി ശരിയാണ്, എൻ്റെ യാത്രകൾ കറക്റ്റാണ്. ഇതെൻ്റെ എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പ്രയാണമാണ്. സീരിയൽ എടുത്തത് ഒരിക്കലും ഒരു റോങ് ചോയ്സ് ആയിട്ട് എനിക്ക് അന്നും ഇന്നും തോന്നിയിട്ടില്ല. ആ ഒരു മൊമെന്റിൽ ഞാൻ ടോർച്ചർ ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ ഞാൻ വിഷമിക്കപ്പെടുന്നു, ഇനിയും പോയാൽ അതെന്നെ ബാധിക്കും, എൻ്റെ ലൈഫിനെ ബാധിക്കും, എൻ്റെ ഫാമിലിയെ ബാധിക്കും എന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ ഞാൻ ബാക്ക് ഔട്ട് ചെയ്തത്. അത് ഇന്ന് ഈ ഒരു സംഭവിച്ചിട്ട് എനിക്ക് തോന്നുന്നത് 4 വർഷത്തിൽ കൂടുതലായി, 3.5 വർഷത്തിന് മുകളിലായി. ഒരു കംപ്ലൈന്റ് പോലും ഞാൻ ഒരാളോടും പറഞ്ഞിട്ടില്ല. കാരണം അതങ്ങനെ പറഞ്ഞിട്ട് അതിന് കാര്യമില്ല. അതൊരു മീഡിയ, ചിലപ്പോൾ ഒരു മീഡിയ വാല്യൂ ഉള്ള കുറച്ച് സമയത്തേക്ക് മാത്രമുള്ളൊരു കണ്ടന്റ് മാത്രമായിട്ട് നിലനിൽക്കും. അതിന്റെ കാര്യമില്ല. അതുകൊണ്ട് ഞാൻ മാറിയതാണ്. സുനിലേട്ടനായിരുന്നു അതിന്റെ ഇനീഷ്യൽ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. സുനിലേട്ടനും ഗിരീഷേട്ടനും കൂടിയിട്ടാണ് എന്നെ അതിലേക്ക് അവതരിപ്പിക്കുന്നത്. സുനിലേട്ടൻ ഒരു 100 എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ സുനിലേട്ടൻ മാറി. പിന്നെ വേറെ ഡയറക്ടേഴ്സ്. അങ്ങനെ തന്നെയാണ് യൂഷ്വലി എനിക്ക് തോന്നുന്നു സീരിയൽസ് ഇങ്ങനെ ഡയറക്ടേഴ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ലോങ് ടേം കരിയറുടെ ആദ്യം വരുന്നൊരു പ്രൊജക്ട് അല്ലേ, കുറെ സമയം അഭിനയിക്കാൻ കിട്ടുന്ന ഒരു പ്രൊജക്ട്? അതെ, സീതാ കല്യാണമായിരുന്നു. ഓക്കെ. അപ്പൊ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് എങ്ങനെ ജഗിൾ ചെയ്യും? അത് ആദ്യം വരുമ്പോൾ തന്നെ എങ്ങനെയോ എനിക്കത് അന്ന് ഡീൽ ചെയ്യാൻ പറ്റി. അതെന്തോ അന്ന് എടുത്ത ഡിസിഷൻ നല്ലതായിരുന്നു. ഇന്നവേ അത് ഇപ്പോഴും അതിന്റെ ഗുണങ്ങൾ ഒരുപാടുണ്ട്. ചില ഡിസിഷൻസ് നമ്മൾ എടുക്കുന്ന ഒരു ഡിസിഷൻ തെറ്റായിരുന്നെങ്കിൽ നമ്മളത് പിന്നെ അത് കറക്റ്റ് ചെയ്യാൻ നോക്കണം. പക്ഷെ അന്ന് എടുത്ത ഡിസിഷൻ ശരിയായിരുന്നു. അങ്ങനെ ഒരു പോഡിയം കിട്ടിയതിൽ ഗ്രേറ്റ്ഫുൾ ആണ് ഉറപ്പായിട്ടും. അല്ലാതെ മറ്റേ സൈഡ് അധികം കൂടെ കൊണ്ടുപോകണില്ല. നെഗറ്റീവ് നമ്മൾ എടുത്തു വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഒരു സാധനം അതെടുത്ത് നമ്മൾ വലിയ ലെജൻസ് പറയുന്ന പോലെ തന്നെ അത് ഷോൾഡർ ഇട്ടിട്ടില്ല, എന്താ കാര്യം? നമ്മളത് ഷോൾഡറിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ വെയിറ്റ് നമുക്കല്ലേ, എന്തിനാ അതിന്റെ ആവശ്യം? ഈ പട്ടാമ്പി ആണല്ലോ ജന്മസ്ഥലം. ഇപ്പം പട്ടാമ്പിയിൽ ഉണ്ടാകുമ്പോൾ അവിടെ ലാൽ ജോസ് തൊട്ടടുത്താണ്. മണികണ്ഠൻ പട്ടാമ്പി എന്നുള്ള വലിയൊരു കലാകാരൻ അവിടെ ഉണ്ട്. പിന്നെ മേജർ രവി ഉണ്ട് അവിടെ. ഈ ഇവരൊക്കെ ആയിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ഒരു റിലേഷനോ സംസാരം ഉണ്ടായിരുന്നു? രവി സാറിനായിട്ട് എനിക്ക് മേജർ രവി സാറിന്റെ അടുത്ത്
എൻ്റെ ഫാമിലിയിൽ ഒരുപാട് ഫോഴ്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, പോലീസിൽ. എനിക്കൊന്ന് പോലീസുകാരനാണ് ഭയങ്കര ആഗ്രഹം അല്ലേ? ഭയങ്കര, അതായത് ഫോഴ്സിൽ വർക്ക് ചെയ്യുന്ന ഒരുപാടാണ്. എൻ്റെ ഏട്ടൻ പോലീസിലാണ്. ആ ആ എൻ്റെ ഏട്ടൻ പോലീസിലാണ്. അമ്മാവന്മാർ തൊട്ടപ്പുറത്തുള്ള കുറേ ആൾക്കാർ എൻ്റെ ചുറ്റുപാടുമുണ്ട്. അപ്പോൾ പണ്ട് ഞാൻ ഈ ആർമി റിക്രൂട്ട്മെൻറ്റും പരിപാടികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ അച്ഛനെയും കൂട്ടിയിട്ട് എൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത് അന്ന് എനിക്ക് സിനിമ എന്നുള്ള മാധ്യമം അറിയില്ല, അല്ലെങ്കിൽ എനിക്ക് അതിലുള്ള ആരെയും പരിചയമില്ല. ഞാൻ മേജർ രവി സാറിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് എനിക്ക് ആർമി ചേരണമെന്ന് പറയാൻ വേണ്ടിയിട്ട്. കണ്ണേട്ടൻ്റെ അടുത്ത് പോയി കണ്ണൻ പട്ടാമ്പിനെ കണ്ട് മേജർ രവി സാർ ഉള്ളൊരു ദിവസം എൻ്റെ അച്ഛനെയും കൂട്ടി, പാവം എൻ്റെ അച്ഛൻ കൂടെ വന്നത് മോന് മിലിറ്ററിയിൽ ജോലി കിട്ടട്ടെ എന്ന് വെച്ചിട്ടാ. പക്ഷെ ഇത് ഈ മറ്റേ കുരുട്ടുബുദ്ധി ഉണ്ടായിരുന്നത്. സാറിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ സാറിൻ്റെ അടുത്ത് എനിക്ക് മിലിറ്ററി ചേരണം എന്ന് പറഞ്ഞ ലെറ്റർ കൊടുക്കുമ്പോഴും പട്ടാമ്പിയിൽ സാറിൻ്റെ വീട്ടിൽ നിന്ന് കണ്ണൻ പട്ടാമ്പി അടുത്ത് നിന്ന് മേജർ രവി സാർ അന്ന് എങ്ങോട്ട് പോകും എനിക്ക് തോന്നുന്നു, അന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഒരു ഡാർക്ക് ബ്ലൂ കളർ ഷർട്ടും അതേ കളർ ഒരു മുണ്ടും എടുത്തിട്ടാണ് സാറ് പുറത്തേക്ക് ഇറങ്ങി വന്നത്. രവി സാർ ഇറങ്ങി. എന്നിട്ട് സാർ എനിക്കൊന്നൊരു കേണൽ ഡില്ലൻ എന്ന് പറയുന്ന ഒരാൾക്ക് കൊടുക്കാനുള്ള ലെറ്റർ വരെ തന്നു. പുള്ളി അദ്ദേഹം ഉണ്ടായിരുന്ന പാട്യാലയിലോ പഞ്ചാബിലോ എവിടെയായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞ എൻ്റെ അടുത്ത്. പക്ഷെ എനിക്കത് പോകാൻ പറ്റിയില്ല അന്ന്. ലൈക്ക് ഈ പറഞ്ഞ പോലെ മനഃപൂർവ്വം നമ്മൾ അതിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ശ്രമിച്ചില്ല എന്നുള്ളതും ഒരു ഇതാണ്. അച്ഛനോട് പട്ടാളത്തിൽ ചേരാനാണെന്നും പറയാ, മനസ്സിൽ സിനിമയാണ് ആഗ്രഹം. ചെല്ലുക, മീറ്റ് ചെയ്യുക, എന്നിട്ട് എപ്പോഴേലും ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പറയുക. ചെന്ന് കഴിഞ്ഞപ്പോൾ മുട്ടിടിക്കും നമ്മളെപ്പോൾ. കാരണം ആ ഒരു +2 ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ്. +2 എനിക്ക് തോന്നുന്നു ഡിഗ്രി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴാണത്, ഇയർ ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ട്. ലാൽജോ സാറിൻ്റെ അടുത്ത് ഇപ്പോഴും ഞാൻ എപ്പോഴും സാറിനെ മീറ്റ് ചെയ്യാൻ പോകുന്നതാണ്. ഞാൻ ആക്ച്വലി ഈ കൺമഷി ചെയ്ത് അതിന്റെ റിലീസിന്റെ മുമ്പേ ഏറ്റവും ആദ്യം കൊണ്ടുപോയി കാണിക്കുന്നത് ലാൽജോ സാറിനെയാണ്. മണികണ്ഠൻ പട്ടാമ്പി ആദ്യമായിട്ട്, മണിയേട്ടൻ ഏറ്റവും ആദ്യമായിട്ട് സംവിധാനം ചെയ്ത സിനിമയിൽ എനിക്കൊരു വേഷമുണ്ട്, പഞ്ചായത്ത് ചെട്ടിയിൽ. ഞാൻ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ ചുറ്റുപാടുമുള്ള സിനിമ സൗഹൃദങ്ങളിലേക്ക് ഞാൻ എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സ്റ്റിൽ. അതെനിക്ക് ഇനിയും 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 നമ്മൾ എത്തണമല്ലോ. ഈ എഴുത്ത്, വായന, അത് സിനിമ സംബന്ധമായിട്ട് ചെയ്യുക. ഇപ്പം അപ്പുറത്ത് ഈ പറഞ്ഞ ബാക്കിയുള്ള പ്രോഗ്രാംസ് ഹാൻഡിൽ ചെയ്യുന്നതിന്റെ കൂടെ അത് സാധ്യമാവുന്നുണ്ടോ സിനിമയ്ക്ക് വേണ്ടിയിട്ട്? അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയ ഒരു സമയം കൊടുക്കുന്നുണ്ടോ? സമയം കൊടുക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഈ ചില തോന്നലുകൾ വരുമല്ലോ. ചില സമയത്ത് നമുക്ക് ചിലൊരു ഐഡിയ വരിക, അല്ലെങ്കിൽ ചില ചിന്തകൾ വരിക. അപ്പോൾ ആ സമയത്ത് അത് എഴുതി വയ്ക്കും. ലൈക്ക് സ്ക്രിബിൾ ചെയ്യണ പോലെ നമ്മൾ വയ്ക്കും. പിന്നെ പലപ്പോഴും അത് ഡെവലപ്പ് ചെയ്യുന്നത് എൻ്റെ ഈ സൗഹൃദങ്ങളുണ്ടല്ലേ, ഈ സിനിമ കൂട്ടങ്ങളുണ്ട് എൻ്റേതായിട്ടുള്ള, ഞാനും കൂടി പെട്ടിട്ടുള്ള ആ കൂട്ടത്തിൻ്റെ ഇടയിൽ ഞങ്ങൾ ഭയങ്കര വാചാലമായിട്ട് നമ്മൾ സംസാരിക്കും. അതിന് ഡെവലപ്പ് ചെയ്തിട്ട് പല പല രസമുള്ള പരിപാടികൾ എനിക്ക് തോന്നുന്നു ടേക്ക് ഓഫിലേക്ക് എത്താവുന്ന ഒരു പ്രൊജക്റ്റ് വരെ വന്ന് നിൽക്കുന്നുണ്ട്. ശരി, അത് പിന്നെ അത് ആസ് സൂൺ ആസ് അത് അനൗൺസ് ചെയ്യാൻ പറ്റട്ടെ എന്നുള്ള രീതിയിലൊക്കെയാണ്. താരനിബിഡമായിട്ടുള്ള സിനിമയായിരിക്കും കൈൻഡ് ഓഫ് ആഗ്രഹങ്ങളാണ്. എഗെയിൻ അത് ഇപ്പോൾ സംഭവിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നെ പോലെ ചിലപ്പോൾ എറണാകുളത്തുള്ള അല്ലെങ്കിൽ മറ്റ് കേരളത്തിൻ്റെ പല സ്ഥലത്തുള്ള ഒരു ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതുപോലെ ചിന്തിക്കുന്നുണ്ടാവും. അതിലൊരാൾ മാത്രം. അത് സംഭവിക്കട്ടെ, അതൊരു നല്ല സിനിമയാവട്ടെ. ഇപ്പോൾ സിനിമാശ്രമത്തിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ളൊരു പോയിന്റും സിനിമാശ്രമത്തിൻ്റെ ഏറ്റവും ഒരു സന്തോഷം നിറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞു. ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ തമാശയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുവാണെങ്കിൽ ഈ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഭയങ്കര ഘടകമാണ്. കാരണം ഒരു കാര്യം നമുക്ക് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കണമെങ്കിലും ഒരു കാര്യം ക്രിയേറ്റീവായിട്ട് ചെയ്യണമെങ്കിലും നമുക്കപ്പുറത്തൊരു സ്ട്രോങ് പില്ലറിലൊരു വലിയൊരു സംഭവം ഉണ്ടാവണം. ഞാൻ എൻ്റെ വലിയൊരു ഫാമിലി ഉണ്ട്. എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ വലിയ ഫാമിലിയാണ്. ഞാൻ അടങ്ങുന്ന അത് ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്ന വൺ ഓഫ് ദ മേജർ ഫാക്ടർ ഞാനാണ്. കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടറാണ്. ഭയങ്കര വലിയൊരു ഫാക്ടർ ഞാനാണ്. അപ്പോൾ എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഞാൻ മാത്രമല്ല, എല്ലാ ആൾക്കാർക്കും അങ്ങനെ തന്നെയാണ്. അത് വലിയൊരിതാണ്. പിന്നെ ഓഫ് കോഴ്സ് ഏറ്റവും പീക്കിൽ കിട്ടുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ അച്ചീവ്മെൻറ്റ്സ് വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷങ്ങൾ. അത് ഞാൻ സന്തോഷിക്കുന്നതിൻ്റെ കൂടെ എൻ്റെ കൂടെയുള്ള ആൾക്കാർ സന്തോഷിക്കുക. എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട്, പ്രവീൺ എന്നാണ് പേര്. പല ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സിൽ അവൻ എൻ്റെ ഘടകമാണ്. അപ്പോൾ സ്റ്റേറ്റ് അവാർഡ് ഈ TV-യിൽ അല്ലെങ്കിൽ അത് ഡിക്ലെയർ ചെയ്യണതിൻ്റെ ലൈവ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് അവൻ്റെ ഫോണിലാണ് കേൾക്കണം. ഇന്നും പല ആൾക്കാരും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ അവൻ്റെ ഫോണിൽ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അവൻ ഈ സമാന്തരങ്ങളില്ലാതെ അഭിനയിച്ച് കാണിച്ചു എന്ന് പറയുന്ന മന്ത്രി അനൗൺസ് ചെയ്യുന്ന വീഡിയോ അവൻ്റെ ഫോണിൽ. ലൈക്ക് അവൻ പല ഇൻസിഡൻസിലുണ്ട്. ഈ ഇപ്പം നമ്മൾ കാണുന്ന ബിഗ് ബോസിനകത്ത് ഏകദേശം എല്ലാ പ്രധാനപ്പെട്ട അവസരങ്ങളിലും ലാൽ സാർ വന്ന് സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പം അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് നമ്മുടെ പ്രൊഫഷനിലേക്ക് ഉപയോഗിക്കാൻ തോന്നിയ ഒരു എലമെന്റോ ഉണ്ടോ?
ഒരുപാടുണ്ട്. അത് ഞാൻ മാത്രമല്ല, ഒരുപാട് ആൾക്കാർക്ക് അദ്ദേഹം വലിയൊരു ഇൻസ്പയറിംഗ് ഫാക്ടറാണ്. അറിഞ്ഞോ അറിയാതെ. പക്ഷെ അല്ല, ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ കാണുന്നത് ഇപ്പം നമ്മൾ കാണുന്ന നടൻ മോഹൻലാലിനെ ഒന്നും അല്ലല്ലോ. അവിടെ ഒരു അവതാരകനെയും കാര്യങ്ങൾ ടാക്കിൾ ചെയ്യുന്ന ഒരാളെയൊക്കെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക ഡയറക്റ്റ്ലി. നമ്മൾ പോലും കാണാത്ത കുറെ വേർഷൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ എഡിറ്റഡ് വേർഷൻ ഒക്കെ അല്ലേ കാണുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം പുള്ളി ഈ എന്താ പറയുക, അറ്റ് ദ മൊമെന്റ് കുറേ കാര്യങ്ങൾ പുള്ളി അവിടെ മാനേജ് ചെയ്ത് പറയുന്നുണ്ട്. അത് ഈ പറഞ്ഞ സോക്കോൾഡ് എത്ര ആൾക്കാർക്ക് പുറത്ത് എത്ര പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ അത് സ്ക്രിപ്റ്റഡ് ആണ് എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് ഓഡിയൻസ് ഉണ്ടായിരിക്കും. പക്ഷെ ലാൽ സാർ അത്, അല്ലെങ്കിൽ ലാലേട്ടൻ അത് ഭയങ്കരമായിട്ട് മാനേജ് ചെയ്യുന്നത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ചില റിയാക്ഷൻസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മളതിനെ ചില മൊമെന്റിൽ നമ്മളതിനെ ഒന്ന് കൺസോൾ ചെയ്യുന്നു ഒക്കെ ഭയങ്കര ഗുണകരമായിരിക്കും അത്. അപ്പോൾ എനിക്ക് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചില ഇൻസിഡൻസിലൊക്കെ ദേഷ്യപ്പെട്ട് സംസാരിച്ചപ്പോൾ പോലും അത് നമുക്ക് ഭയങ്കരമായിട്ട് കൊണ്ടിട്ടുണ്ടാവും. കാരണം ഞാൻ ആരാധിക്കുന്ന വലിയൊരാളല്ലേ മണിക്കുട്ടനൊക്കെ ഉണ്ടായിരുന്നൊരു, അത് ആ സമയത്ത് ദേഷ്യപ്പെട്ടപ്പോൾ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളല്ലേ ദേഷ്യപ്പെടുന്നത്. നമ്മളെ വീട്ടിൽ നിന്ന് അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും മൂത്ത സഹോദരനൊക്കെ ദേഷ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അതേ ഫീലിൽ നമുക്കത് സെയിം ടൈമിൽ തൊട്ടപ്പുറത്തെ മൊമെന്റിൽ പുള്ളി അത് ഭയങ്കര രസമായിട്ട് നമ്മളതിനെ അത്ര ഭയങ്കരമായിട്ട് ആശ്വസിപ്പിച്ചു വിടുന്നത്. മോനെ അതങ്ങനെ അല്ലടാ, അത് നീ ഇതിങ്ങനെ വിചാരിച്ചതിൻ്റെയാണ് എന്ന് പറയുമ്പോൾ ദൈവമേ, ഈ എന്നെയാണല്ലോ ഇദ്ദേഹം ഇതിങ്ങനെ ചെയ്തത് എന്നുള്ളത് നമുക്ക് കിട്ടുമ്പോൾ അത് ഭയങ്കര, ആ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന വലിയൊരു ലെജൻഡ് നമ്മളോട് ആ ഒരു മൊമെന്റിൽ കാണിക്കുന്ന ഒരു ഇതാണത്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ പുള്ളി എപ്പോഴും പറയുന്ന പോലെ ലിവ് ഇൻ ദ മൊമെന്റ് എന്ന് പുള്ളി വിശ്വസിക്കുന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം. ഇപ്പം നമ്മുടെ ഫിലിമിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട്, ഡയറക്റ്റും ചെയ്യുന്നുണ്ടല്ലോ. ഇത് ബാലചന്ദ്ര മേനോൻ സ്കൂളിൽ നിന്ന് കിട്ടിയതാ? ആഗ്രഹത്തിന്റെ അത് ആഗ്രഹത്തിന്റെ ഭാഗമായിട്ട് വന്ന ഈ, പക്ഷെ എനിക്കൊന്നും ഒരുവിധപ്പെട്ട എല്ലാ സീനിലും അനൂപ് ഉണ്ട് അതിനകത്ത്. ബ്രോ അതിനകത്ത് ഉണ്ട്. പിന്നെ എങ്ങനെ ഡയറക്റ്റ് ചെയ്യാ, അത് ഇത് ആളുകളെ പ്ലേസ് ചെയ്യണം, ലൈറ്റ് നോക്കണം. ഇത് ആദ്യമൊക്കെ നമ്മുടെ ടീമിലുള്ള ഒരു ഇത് എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇത് വരണത്, എന്താണ് ഇത് വരണത്, ലൈക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഇപ്പം എൻ്റെ ഷിഹാബാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആള്, ക്യാമറ. അപ്പം ഞാൻ ഏറ്റവും ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഷിഹാബിനോട് പറഞ്ഞ കാര്യം ഇത് തന്നെയാണ്. എടാ, ഇതൊരു നാളെ ഒരു വൃത്തിയുള്ള ഒരു ഔട്ടായിട്ട് വരാൻ വേണ്ടിയുള്ള സാധനമാണ്. നീ സോ കോൾഡ് ഭയങ്കര ലോജിക്കായിട്ടുള്ള ചിന്തകളൊക്കെ എന്നോട് ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് അതിനുള്ള ഉത്തരങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ എൻ്റെ മനസ്സിലുള്ള വിഷ്വൽസ് ഇങ്ങനെയാണ്. അവര് പുഴ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ക്രോസ് ചെയ്യുന്നതിൻ്റെ വിഷ്വൽ ഒരു ഓയിൽ പെയിന്റിങ് പോലെ ആയിരിക്കണമെന്ന് ഞാൻ അവനോട് സംസാരിക്കുന്ന ഉച്ച നേരത്ത് ഈ തിരുമിറ്റക്കോട് അമ്പലത്തിൻ്റെ ബാക്കിലുള്ള ഈ ഭാരതപ്പുഴയിൽ നിന്നുകൊണ്ടാണ് പറയണേ, ഈ പുഴ ക്രോസ് ചെയ്യുന്ന രാത്രിയത്തെ വിഷ്വൽ ഒരു ഓയിൽ പെയിന്റിങ് പോലെ കാണണം എന്നുള്ളത്. അത് ആ ഓയിൽ പെയിന്റിങ് പോലെ വരുത്തുക എന്നുള്ളതാണ് ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള കണക്ഷൻ എന്നുള്ളത്. അപ്പം അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുള്ളത് ഷിഹാബിനെ ഏറ്റവും, പിന്നെ ആ സമയത്ത് അസിസ്റ്റ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ കൂടെ ഈ ഒരു ഒറ്റ ലക്ഷ്യമായിട്ട് നിന്ന് ഓരോ ആൾക്കാരുണ്ട്. ലൈറ്റ് ചെയ്ത ആൾക്കാർ മുതൽ മറ്റേ സുധിയും അക്ഷയും റഷീദിനെ പോലെയുള്ള ആൾക്കാരൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ഈ ഇപ്പോൾ തെയ്യം സംസാരിക്കുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, ദൈവം സംസാരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഏരിയ. അപ്പം അതിനകത്ത് നമ്മൾ തെയ്യം, നമ്മൾ വീഡിയോസ് കാണുമ്പോൾ അല്ലെങ്കിൽ തെയ്യം ലൈവായിട്ട് കാണുമ്പോൾ അറിയാം, ഇത് ഒരു ഹൈ പോയിന്റിൽ ഇങ്ങനെ തുടങ്ങി പിന്നെ കുഴഞ്ഞ് തീരെ കേൾക്കാൻ പറ്റാത്ത ഒരു ശബ്ദവീചിയായിട്ട് അവസാനിക്കുക ചെയ്യാറത്. അതുപോലെ തന്നെ ഇതിനകത്ത് സീക്വൻസ് ഉണ്ട്, കൺമഷിയോട് സംസാരിക്കുന്ന ഒരു ഏരിയ. അത് ഫസ്റ്റ് ടേക്കിൽ ഓക്കെ ആയോ? അത് മാത്രല്ല, അത് ഡബിങ്ങിൽ കുറെ ഇംപ്രവൈസും ചെയ്തിട്ടില്ലേ? ഇല്ല. അത് നമ്മൾ ഉപയോഗിച്ചത് എന്താണോ അവിടെ പറഞ്ഞത് ആ സെയിം ഇത് സിങ് സൗണ്ട് ആയിരുന്നു നമ്മൾ എടുത്തോണ്ടിരുന്നത്. ഒരു അനൗൺസ്മെന്റ് നടന്നിട്ടില്ല അല്ലേ? ഇല്ല, അത് സിങ് സൗണ്ട് ആണ് എടുത്തത്. ആ സിങ് സൗണ്ടിൽ തന്നെ നമ്മൾ അവിടെ ചെയ്ത അതേ സാധനമാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. വിഷ്ണു ആയിരുന്നു അതിന്റെ സൗണ്ട് ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്നത്. അത് ഞാൻ എന്നിട്ട് അത് ഡബിങ്ങിൽ എടുക്കാൻ ശ്രമിക്കല്ല, അത് ചെയ്തു. പക്ഷെ എഗെയിൻ നമുക്ക് കുറച്ചും കൂടി ഒറിജിനാലിറ്റി തോന്നിയത് ആ സാധനം തന്നെ ഉപയോഗിക്കാം എന്നുള്ളത് കൊണ്ട് അത് തന്നെ ഉപയോഗിച്ചതാണ്. തെയ്യത്തിൻ്റെ കാര്യത്തിൽ എനിക്കറിയാത്ത കൃത്യമായിട്ട് നമുക്കൊരു എന്താ പറയുക, ഒരു ഡെഫിനിഷനോ ഒരു നിർവചനമോ പറയാൻ പറ്റാത്ത ഒരുപാട് മാജിക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്നെ പഠിപ്പിച്ച ശിവദാസൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. പുള്ളി എന്നെ ഒരു ദിവസമാണ് വന്നിട്ട് പഠിപ്പിച്ചത്. ആ ഒരു ദിവസം കലാമണ്ഡലത്തിൻ്റെ അടുത്തുള്ള അവർ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതിൻ്റെ മോൾ ഭാഗത്ത് അതിൻ്റെ വിഷ്വൽസ് എൻ്റെ ഫോണിൽ എപ്പോഴും ഉണ്ട്. അത് ഒറ്റ ദിവസമാണ് ആ ഒരു സീക്വൻസുകൾ പഠിപ്പിച്ച്. അതിന് ശേഷം ഈ തെയ്യത്തിൻ്റെ കോലം കെട്ടി പിന്നെ രണ്ട് തെയ്യങ്ങൾ ചെയ്യണ സമയത്തൊക്കെയും അത് സംഭവിച്ചു. അങ്ങനെ എനിക്ക് ഓൾമോസ്റ്റ് അതിൻ്റെ രണ്ട് സാധനത്തിനും അങ്ങനെ അത്രയും വെയിറ്റുകളുണ്ട്. അത് കുറേ സംഭവങ്ങൾ അതിൽ സിംഗിൾ ടേക്കുകളുണ്ട്. ഈ ചാട്ടമൊക്കെ സിംഗിൾ ടേക്കുകളുണ്ട് അതിൽ. അത്
എനിക്കറിയില്ല, അത് ഈ പറഞ്ഞ പോലെ അതിൽ എന്തൊക്കെയോ കുറേ മാജിക്കുകളുണ്ട്. അതിന് കൃത്യമായിട്ട് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു ഡെഫിനേഷൻ പറയാൻ എനിക്കറിയില്ല. അപ്പോൾ അത് സംഭവിച്ച അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അതിന്നും എൻ്റെ കൂടെയുള്ള ആരോട് വേണമെങ്കിലും ചോദിക്കാം. എന്നെ പഠിപ്പിക്കാൻ വന്ന ശിവദാസൻ എന്ന് പറയുന്ന കണ്ണൂരുള്ള അദ്ദേഹം തെയ്യം ചെയ്യുന്ന ഒരാളാണ്. പുള്ളിയുടെ മകൻ അക്ഷയ് എന്ന് പറയുന്ന ഒരാളൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. പക്ഷെ ഒരു ദിവസം എന്നെ പഠിപ്പിച്ചിട്ടുള്ളൂ. ആ മൊമെന്റിൽ സംഭവിച്ച അത് അതിൻ്റെ ഉത്തരം എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ അറിയില്ല. ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 14 ഡേയ്സിൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നു, വ്രതം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കറിയാം, അത് സംഭവം അറിയില്ല എന്താണ് അത്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് മാജിക്കുകൾ. എനിക്കത് മറ്റേ സംസ്കൃത സിനിമയുടെ അകത്ത് കഥകളിയായിട്ട് ബന്ധപ്പെട്ടിട്ടും ഓർണമെന്റ്സ് ഉണ്ടാക്കാനൊക്കെ പഠിച്ചു അല്ലേ? ഓർണമെന്റ്സ് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ കഥകളി പദവും പഠിച്ചു. കഥകളി പദത്തിന്റെ ആ ഒരു കുവലയ വിലോചന എന്ന് പറയുന്ന ഒരു പോർഷനാണത്. കലാമണ്ഡലം പ്രശാന്ത് എന്ന് പറയുന്ന ഒരാളാണ് ആ ഒരു പോർഷൻ പഠിപ്പിച്ചത്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ കിരീടം, അതും എനിക്ക് തോന്നുന്നു രാത്രി ഒരു 11:30-12 മണിക്ക് എങ്ങാണ്ട് ആ ഷോട്ട് എടുക്കണേ. കാരണം ഇത് മുഖത്തെഴുത്ത്, ചുട്ടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതും. പക്ഷെ എനിക്ക് തോന്നുന്നു അതിലും എൻ്റെ പോർഷൻസ് ഞാൻ ചെയ്യുന്നതുകൊണ്ട്, പിന്നെ അതല്ലാണ്ട് റിയൽ ആയിട്ടുള്ള കഥകളി ആർട്ടിസ്റ്റ് ചെയ്യുന്നതും ഉണ്ട് അതിൽ. എൻ്റെ പോർഷൻസ് ആ സിനിമയിലുണ്ട് ശരിക്കും. അത് അതിൻ്റെ കഥകളുടെ ഈ കോപ്പ് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഒളപ്പമണ്ണ എന്ന് പറയുന്ന ചെറുപ്പശ്ശേരി അടുത്തുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു രാമൻകുട്ടി എന്ന് പറയുന്നൊരു ഒരാളുണ്ട്. അദ്ദേഹമാണ് ഈ എനിക്ക് തോന്നുന്നു ആ ഏരിയയിലൊക്കെ കഥകളുടെ കോപ്പ്, പിന്നെ ഈ വളക്കാപ്പ് എന്നൊക്കെ പറയുന്ന പല ഓർണമെന്റ്സ് ഉണ്ട്, അതൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഈ ഒരു മുള്ളുള്ള ഒരു മരം ഉണ്ടല്ലോ, മുരിക്കാണ്, മുരിക്ക് വർഗത്തിൽപ്പെട്ട എന്തോ ഒരു സാധനം, അതൊക്കെ കൊണ്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ഉളി പിടിക്കുന്ന രീതിയൊക്കെ വേറെ. നമ്മൾ സാധാരണ ഈ ആശാരിമാര് പിടിക്കുന്ന ഉളി പിടിക്കുന്ന രീതിയിലല്ല, അത്ര തന്നെ ഹാർഡായിട്ട് അത് അങ്ങനെ ഇടിക്കാൻ പാടില്ല, പൊട്ടിപ്പോകും പെട്ടെന്ന്. വളരെ മൈന്യൂട്ടായിട്ടൊക്കെ ചെയ്യും. അപ്പൊ നമ്മളത് വെക്കുമ്പോ തന്നെ ഇങ്ങനെ വെച്ച് ഇങ്ങനെയൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്ന രീതിയാണ്. അത് അവരുടെ അടുത്ത് പോയിട്ട് അത്, കാരണം ഇതൊരു ഇന്റർനാഷണൽ ലെവലിൽ പോകുന്നൊരു സിനിമയായിരിക്കും. പിന്നെ ഇതിന്റെ ഡയറക്ടർ, സിനിമയുടെ ഡയറക്ടർ പ്രഭസാർ, അത് ഭയങ്കരമായിട്ട് അതിൽ ഭയങ്കര പെക്യുലർ ആണ്. പുള്ളിയാണ് എന്നോട് അവിടെ പോയിട്ട് ചെയ്യാനൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചതാണ്. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു അവസരമല്ലേ ഇത് പഠിക്കാൻ പറ്റുക എന്ന് പറയുന്നത്. എനിക്ക് കിട്ടുന്ന ഈ സിനിമയ്ക്ക് വേണ്ടി പഠിക്കാൻ പറ്റുക എനിക്ക് കിട്ടുന്ന ഒരു അവസരമല്ലേ. അപ്പൊ അതിനു വേണ്ടി ശ്രമിച്ചാണ്. വലിയ പൃഥ്വിരാജ് ഫാനാണെന്നൊക്കെ ഉറപ്പായിട്ടും. ഭയങ്കര എന്താണ് ആളിൽ ഇത്രയും ആരാധന തോന്നാൻ? ക്ലാരിറ്റി. ഏതൊരു കാര്യത്തിലുള്ളൊരു ക്ലാരിറ്റി ഭയങ്കര അദ്ദേഹത്തിന്. അത് പുള്ളിയുടെ വിഷൻ ശരിയാണ് എന്നുള്ളത് ചുമ്മാ ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ ചുമ്മാ അങ്ങനെ ഒരു മീഡിയയുടെ മുമ്പിലോ പബ്ലിക്കിൻ്റെ മുമ്പിലോ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമുക്കത് കൃത്യമായിട്ട് അത് കൺവേ ചെയ്യേണ്ടത് ഒരാൾക്ക് അയാൾ കൊടുക്കുന്ന ഒരു ഔട്ട്പുട്ടിലാണ്, അല്ലെങ്കിൽ അയാളുടെ പ്രവൃത്തിയിലാണ്, അല്ലേ? ആ പ്രവൃത്തിയിൽ പുള്ളി അത് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ, ഞാൻ ചെയ്യുന്നത് ഇന്നതാണ് എന്നുള്ളത് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ. അപ്പോൾ ഒരു ക്ലാരിറ്റി നമുക്ക് എല്ലാവർക്കും ഒരു ആവശ്യമാണ്. ഒരു ലൈഫിൽ അങ്ങനത്തെ ഒരു ക്ലാരിറ്റി ഉണ്ടാവുന്നത് നല്ലതാണ്. എസ്പെഷ്യലി സിനിമ പോലെയുള്ള വേറൊരു വലിയൊരാൾ ഒരു വ്യക്തിയെ വിശ്വസിച്ച് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ നമുക്ക് ആ ക്ലാരിറ്റി ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ വലിയ ഫാനാണ്. ഈ ഒരു സമയത്തൊക്കെ ഈ സീരിയൽസിനൊക്കെ വലിയ വിമർശനം ഉണ്ടായിരുന്നില്ലേ? നല്ല സീരിയലുകൾ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആളുകൾ പ്രസ്താവന ഇറക്കിയിരുന്നു. സീരിയൽസ് എൻഡോ സൽഫാനേക്കാൾ ദോഷം ചെയ്യുന്നു എന്നൊക്കെ ആരോപണങ്ങളൊക്കെ വരുന്നു. സീരിയലുകൾ അത്രയും കാര്യമായിട്ട് നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ടോ? എന്താ അതിനെപ്പറ്റി തോന്നിയിട്ടുള്ളത്? രണ്ട് വേർഷൻ വേണമെങ്കിൽ അതിന് പറയാം. ഡിപ്ലോമാറ്റിക് പറയുന്നതല്ല കേട്ടോ, രണ്ട് വേർഷൻ വേണമെങ്കിൽ പറയാം. അത് ഒന്നിതൊരിക്കലും ഒരാളുടെ തോട്ടിലോ പോയിന്റിലോ വരുന്ന ഒരു ടാർഗറ്റ് അല്ല ഇത്. ഡിമാൻഡിങ് ആണിത്. ഇങ്ങനെ കൊടുത്താലേ ഇത് ആൾക്കാർ കാണൂ. അല്ലെങ്കിൽ ഈ സീരിയലുകളെല്ലാം നിലനിൽക്കുന്നത് റേറ്റിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ്. ഇന്ന റേറ്റിംഗ്. അപ്പോൾ ഈ റേറ്റിങ്ങിനനുസരിച്ചിട്ടാണ് ചാനലിന് അഡ്വർടൈസ്മെന്റുകൾ കിട്ടിക്കൊണ്ടിരിക്കുക. ഇന്ന റേറ്റിംഗുള്ള സീരിയൽ വരുന്ന സമയത്ത് കൂടുതൽ അഡ്വർടൈസ്മെന്റുകൾ കിട്ടും. ആ അഡ്വർടൈസ്മെന്റിന് കൂടുതൽ എമൗണ്ടുകൾ കിട്ടിക്കൊണ്ടിരിക്കും. ചാനലിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് വലിയൊരു, അറ്റ് പ്രസന്റ് എനിക്ക് തോന്നുന്നു ചാനലുകൾ TV കാണുന്നത് വളരെ കുറച്ചുണ്ട്. ബട്ട് സ്റ്റിൽ ചാനലുകൾ നിലനിന്നാൽ മാത്രമേ ഇപ്പൊ ഈ സിനിമയ്ക്ക് അങ്ങോട്ട് പൈസ കൊടുക്കണമെങ്കിൽ ചാനലിന്റെ അടുത്ത് കിട്ടേണ്ട വരുമാനം എന്ന് പറയുന്ന അഡ്വർടൈസ്മെന്റുകളിലൂടെയാണ്. ഈ അഡ്വർടൈസ്മെന്റ് കിട്ടുന്നതിന് വലിയൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്ന് പറയുന്നത് നോൺ ഫിക്ഷൻ ആണ്. ഇത് ഡിമാൻഡ് ചെയ്യുന്നത് ഇങ്ങനത്തെ കഥകളാണെന്നുണ്ടെങ്കിൽ, ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്നത് ഇങ്ങനത്തെ കഥകൾ ഇത് കാണാനാണെന്നുണ്ടെങ്കിൽ അതാണ് ഇവർ കൂടുതൽ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ ഏറ്റവും വളരെ രസകരമായിട്ട് പോയിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഏറ്റവും വളരെ കലാമൂല്യമുള്ള ഒരു സ്റ്റോറി പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ റേറ്റിംഗ് ഉണ്ടാവില്ല. ആ റേറ്റിംഗ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അഡ്വർടൈസ്മെന്റ് കിട്ടില്ല. അഡ്വർടൈസ്മെന്റ് കിട്ടാണ്ടിരിക്കുകയും ചാനലിന്റെ നിലനിൽപ്പിന് അത് ബാധിക്കുന്നുണ്ടാവും. സോ ഇത് ഈ പറഞ്ഞ പോലെ കോറിലേറ്റഡ് ആണ് എല്ലാ കാര്യങ്ങളും.
അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് ഓക്കെ നമുക്ക് കുറച്ചും കൂടി വളരെ വേറെ രീതിയിൽ ചിന്തിച്ചുകൂടെ എന്നുണ്ട്, അങ്ങനെ ഒരു റിസ്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഒരു ക്രിയേറ്റീവ് ടീം കൂടി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു സാന്ത്വനം എന്ന് പറഞ്ഞിട്ടൊരു സീരിയല്, അത് ഭയങ്കര രസമായിട്ട് പോയിക്കൊണ്ടിരുന്ന സീരിയലാണ്. ഭയങ്കര നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ തൊട്ടപ്പുറത്തെ വീടുകളിലൊക്കെ നടന്നുകൊണ്ടിരുന്നു. അതിൽ പോലും ചില സമയത്തൊക്കെ അങ്ങനത്തെ എലമെന്റ്സ് ഫ്ലേവേഴ്സ് വന്നു പോയിട്ട് ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ട വന്നവർക്ക്. എക്സാക്ട്ലി. അപ്പോൾ അത് ഡിമാൻഡിങ് ആണ്, ഇത് വേണമെന്നുള്ളത്. പിന്നെ സോക്കോൾ ഇത് കണ്ടിട്ട് അങ്ങനെ ആൾക്കാർ അതിലേക്ക് മാറേണ്ട ആവശ്യമൊന്നുമില്ല. അതില്ലാണ്ട് തന്നെ നമ്മുടെ തൊട്ട് ഇപ്പൊ ഇന്ന് പോലും സംഭവിച്ച കാര്യം നമുക്ക് ഒന്നും അല്ലല്ലോ അല്ലേ. തിരുവനന്തപുരത്ത് നടന്നിട്ടുണ്ട്, മലപ്പുറത്തും നടന്നിട്ടുണ്ട്. ഒന്നും വേണ്ട, നമ്മുടെ പാലക്കാട് ഇപ്പൊ എന്താ കുറച്ചു കാലം ജയിൽ ശിക്ഷ കഴിഞ്ഞിട്ട് ചെന്താമര എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് പരോളിൽ വന്നു കഴിഞ്ഞതിന് ശേഷം അയാൾ ചെയ്തിട്ടുള്ള പ്രവൃത്തി എന്താ. അപ്പൊ ഇത് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ഈ എലമെന്റ്സിനെ എല്ലാം കോർത്തിണക്കിക്കൊണ്ട് തന്നെയാണ്. അപ്പൊ അത് ഇത് കാണിച്ച കൊണ്ട് ഒരാൾ അത് ചെയ്യണമെന്നില്ല, ഇത് കാണിക്കാത്ത കൊണ്ട് ഒരാൾ അങ്ങനെ ചിന്തിക്കാതിരിക്കണം എന്നുമില്ല. രണ്ടും സംഭവിക്കും. ഈ ഇപ്പൊ ബിഗ് ബോസ് ഒക്കെ ആയിട്ട് അനുബന്ധമായിട്ട് ഒരുപാട് ഈ ആരോപണങ്ങളും പ്രശ്നങ്ങളൊക്കെ അഖിൽമാരാറൊക്കെ ഒരുപാട് പ്രസ്താവനകളൊക്കെ ഉയർത്തുകയൊക്കെ ചെയ്തിരുന്നല്ലോ. അപ്പൊ ഞാൻ കടന്നു വന്നിട്ടുള്ള അല്ലെങ്കിൽ എനിക്കൊരു ഫേസ് ലിഫ്റ്റ് ഉണ്ടായ ഒരു പ്രോഗ്രാമിന് ഇത് അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോമിന് ഇത് കുറച്ചൊന്ന് തരം താഴ്ത്തല്ലേ, അല്ലെങ്കിൽ ഇതെന്താ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നൊക്കെ അപ്പം ആലോചിച്ചിട്ടുണ്ടോ? ഈ സ്വന്തം വ്യക്തി താല്പര്യത്തിന് വേണ്ടിയിട്ട് പല ആൾക്കാരും ഒരു പ്രോഗ്രാമിനെ മാറ്റുന്നതിനെ അതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം അഗെയിൻ പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള അഭിപ്രായം പറയാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യമുണ്ട്. പുള്ളിക്ക് അത് പറയുകയും ചെയ്യാം, പുള്ളി പറയുകയും ചെയ്യട്ടെ. അത് ഹുവറിറ്റീസ് അഖിൽമാരാർ എന്നുള്ളതെല്ലാം ഞാൻ പറയുന്നത്, ഹുവറിറ്റീസ് ആരായാലും. പക്ഷെ കടന്നു വന്ന പ്രോഗ്രാമിൻ്റെ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോമിൽ അന്ന് ഉണ്ടായിരുന്ന ഇൻസിഡൻ്റ് അല്ല ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ രണ്ടിൻ്റെയും തമ്മിലുള്ള ക്ലാരിറ്റി കൊടുക്കാൻ പറ്റണം. പുകമറ സൃഷ്ടിച്ചിട്ട് കാര്യമില്ല. ആ പുകമറയിലൂടെ ഫെയിം ആവുന്നത് ആരാ? ഈ പുകമറ സൃഷ്ടിക്കുന്ന ആളാണ്. ഞാനൊരു കാര്യം ഇപ്പം ഞാനൊരാൾക്കെതിരെ ഒരു അലിഗേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇന്ന ആള് ഇന്നത് ചെയ്തു എന്നുള്ള കൃത്യമായിട്ട് പറയാനുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ പിന്നെ അതിന് നിൽക്കരുത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആരായാലും ഇന്ന ആളെന്നല്ല ഞാൻ പറഞ്ഞു, ആരെ ബാധിക്കും. ഇപ്പോൾ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ആളെ ബാധിക്കും, പിന്നെ എന്തിനാ പറയാൻ പോയെ? ശരിയാണ്. ഞാനത് പറഞ്ഞാൽ ഇന്ന ആളെ ബാധിക്കും എന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ പുകമറ സൃഷ്ടിക്കുന്നതോട് കൂടിയിട്ട് അങ്ങനെ ഒരു ഫെയിം ഉണ്ടാവുകയല്ലേ ചെയ്യുന്നത്. അത് അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഒരു നേരത്തെ പൃഥ്വിരാജിന്റെ കാര്യത്തിൽ പറഞ്ഞ ഒരു ക്ലാരിറ്റി ഉണ്ടാവേണ്ടതായിരുന്നു. എക്സാക്ട്ലി. അങ്ങനെ ഒരു സംഭവം പറയുമ്പോൾ അതിന് പിന്നെ ഒരു ഫർദർ പ്രൊസീഡിംഗ് ഒന്നും നടന്നായിട്ടും ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടല്ലേ. അത് സോക്കോൾഡ് അവർക്ക് അത്രയും ഇത് 24/7 റെക്കോർഡ് ചെയ്യുന്ന ഫുട്ടേജ് ഉള്ള ഒരു പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നണിയിലുള്ള അതിൻ്റെ ക്രൂവിൻ്റെ അടുത്ത് കൃത്യമായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവില്ലേ? ഇന്ന സമയത്ത് ഇന്ന ആൾ ഇന്നത് ചെയ്തു. ലീഗലി പോയി കൂടെ അങ്ങനെയാണെങ്കിൽ ലീഗലി പോയി കഴിഞ്ഞാൽ അവർക്ക് പ്രസന്റ് ചെയ്യാലോ. ഈ പണി ഒരു മൈൽ സ്റ്റോൺ ആയിട്ടൊക്കെ വേണമെങ്കിൽ കരുതാലോ. ഈവൻ 4 സീൻസ് ഉണ്ടെങ്കിൽ പോലും ആ ക്യാരക്ടർ വളരെ രജിസ്റ്റേഡ് ആണ്, അയാളുടെ അവസ്ഥയും വളരെ രജിസ്റ്റേഡ്. പാലത്തിന്റെ മുകളിൽ നിന്ന് ഇറക്കി വിടുമ്പോഴേ ഞാൻ ഒരു ഓട്ടോയെങ്കിലും കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടായിരുന്നു. എത്ര ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു? എനിക്കൊരു 10 ദിവസത്തിൻ്റെ അടുത്ത് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പല പല സമയങ്ങളിലായിട്ട് ഓൾമോസ്റ്റ് 10 ഡേയ്സിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. എൻ്റെ ഒരു ചേട്ടൻ എന്ന് പറയാം, സുരേഷ് ചേട്ടൻ എന്ന് പറയും. സുരേഷ് ചേട്ടനാണ് ശരിക്കും ജോയി ചേട്ടൻ്റെ അടുത്ത് അങ്ങനെ നമ്മുടെ അനൂപിന് അങ്ങനെ ഒരു സംഭവം എന്ന് പറഞ്ഞപ്പോൾ ജോയി ചേട്ടൻ ഓൾറെഡി അറിയാം. ഞാൻ ജോയി ചേട്ടനെ ഈ പടം തുടങ്ങുന്നതിൻ്റെ മുമ്പൊക്കെ മാരിയറ്റിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജോയി ചേട്ടനും അറിയാം അങ്ങനെ. പക്ഷേ സുരേഷ് ചേട്ടനാണ് എന്നെ ജോയി ചേട്ടൻ്റെ അടുത്ത് പറയണത് ഇങ്ങനെ കൊടുക്കാമെന്നുള്ളത്. അപ്പോൾ ജോയി ചേട്ടൻ അങ്ങനെ വിളിച്ചു. എന്നിട്ട് ഈ പറഞ്ഞ പോലെ തൃശ്ശൂർ വെച്ചിട്ട് എന്നോട് പറഞ്ഞു, അനുഭവത്തിൽ ആകെ വളരെ കുറച്ച് സീക്വൻസുകൾ ഉണ്ടാവും, പക്ഷെ ആദ്യം മുതലേ ഈ ക്യാരക്ടറിനെ പറ്റിയിട്ട് പറഞ്ഞു വരുന്നൊരു പരിപാടിയാണ്. രസമുള്ള സംഭവമായിരിക്കും, ഒന്നും ചെയ്യേണ്ട, നീ എന്താണോ നീ എന്നെ വിശ്വസിച്ച് വരിക എന്നുള്ള രീതിയിൽ. പിന്നെ നമുക്കൊക്കെ ഈ പറഞ്ഞ പോലെ ജോജു ജോർജ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്, ഇപ്പോൾ കാണുന്നൊരു ബ്രാൻഡ് ഒരു പക്ഷേ ഞാനൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതിനെക്കാട്ടിലും വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻസിലൂടെ കടന്നു വന്നിട്ട് ഇപ്പോൾ നിൽക്കുന്ന ഒരു ഭയങ്കര രസമുള്ളൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ പണി സിനിമ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക തൃശ്ശൂരിൻ്റെ, എനിക്ക് തോന്നുന്നു ഇരിങ്ങാലക്കുട അടുത്തുള്ളൊരു സ്ഥലത്താണ് ലൊക്കേഷൻ വരുന്നത്. സ്ഥലത്തിൻ്റെ നെടുമ്പാൾ ആ ഭാഗത്ത്, അല്ല നെടുമ്പാൾ തൊട്ടിപ്പാൾ തൊട്ടിപ്പാൾ എന്നൊക്കെ പറഞ്ഞ ഒരു, അപ്പോൾ നെടുമ്പാൾ ഭാഗത്ത് എവിടെയാണ് ഷൂട്ട് നടക്കുന്നത്. ആ സ്ഥലം കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ പോലും അവിടെയാണത്. അപ്പോൾ ഈ ജയരാജ് ചേട്ടൻ സുരേഷ് ചേട്ടൻ ഞങ്ങൾ 3 പേരും ഈ ഷൂട്ട് അപ്പുറത്ത് ദൂരത്ത് ഇങ്ങനെ നടക്കുകയാണ്. അപ്പുറത്ത് അപ്പോൾ ഞാനിപ്പുറത്തുമുണ്ട്. ഞങ്ങൾ 3 പേരും ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഈ ജോജു ചേട്ടൻ ഡയറക്ഷൻ്റെ അങ്ങനെ പീക്ക് ലെവലിൽ അത് അങ്ങനെ കറക്ഷൻസ് പറയണു, ഇങ്ങനെ പറയണു, ആ സാധനം എടുക്കണു, ആ ഒരു ഷോട്ട് എടുക്കുമ്പോൾ ഉണ്ടാവുന്ന ത്രില്ല്, ആസ് ആൻ ആക്ടർ എന്നുള്ളതിനെക്കാട്ടിലും കൂടുതൽ പുള്ളി ആസ് എ മേക്കർ എന്നുള്ള രീതിയിൽ പുള്ളിയുടെ ഒരു ഓരോ സീന് കൺസീവ് ചെയ്തെടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ത്രില്ലുണ്ടല്ലോ,
ആ ത്രില്ല് അത് ചെയ്തുകൊണ്ടിരിക്കുക. പുള്ളിയുടെ ടീം അതിന് വേണ്ടിയിട്ട് കൂടെ നിന്നിട്ട് ഇപ്പോൾ ജയൻ ചേട്ടനാണെങ്കിലും അനിൽ മാത്യു, കുഞ്ഞേട്ടൻ, അപ്പോൾ ഓരോരുത്തരായാലും ക്യാമറയിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരും അതിന് വേണ്ടിയിട്ട് ഇപ്പം അത് ചെയ്ത് എങ്ങനെ വരും, ഇത് ചെയ്ത് എങ്ങനെ, ഇപ്പം ഇങ്ങനെ പരിപാടികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറയുമ്പോൾ അവിടെ ഒരു ഡയറക്ഷൻ ടീം അവരുടെ ക്ലാരിറ്റി കൃത്യമായിട്ട് ചെയ്യുമ്പോൾ ഈ ജോജു ചേട്ടനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു ഷെല്ലുണ്ട്. അതായത് നമ്മളിങ്ങനെ ഹൈ ഇൻറ്റൻറ്റ് ആയിട്ട് ഇത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും എന്താ പരിപാടി എന്നുള്ളതൊന്നും നമുക്ക് ചിലപ്പോൾ ചിന്തിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അത് ജോജു ചേട്ടൻ്റെ ബ്രദറാണ്. ഇത് നമുക്ക് പല ആൾക്കാർക്കും പുറത്തൊന്നും ചിലപ്പോൾ അറിഞ്ഞുകൊള്ളുന്നില്ല. ആളുടെ യങ്ങർ ബ്രദർ ഉണ്ട്, വർക്ക് ചെയ്യുന്നത്. ഇദ്ദേഹം ശരിക്ക് കറക്റ്റ് പ്രൊട്ടക്ഷനാണ്. അപ്പുറത്ത് ചിലപ്പോൾ ദേഷ്യം വന്നിട്ട് വർക്കിനെ ചീത്ത പറയണേ, വർക്കി ചേട്ടനെ ചിലപ്പോൾ ജോജു ചേട്ടൻ ചീത്ത പറയുന്നുണ്ടാവും, സ്വന്തം അനിയനാണ്. അപ്പോൾ ജോജു ചേട്ടനെ വർക്കി ചേട്ടനെ അപ്പുറത്ത് വേറെ ആളെ വിളിച്ച് ഈ കാര്യം അറേഞ്ച് ചെയ്യാണ്. അപ്പോൾ ഈ ഫേസിലേക്ക് വരാതെ, അപ്പോൾ ഞാൻ ഈ വർക്കി ചേട്ടനെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ സുരേഷ് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ അത് നോക്കിയേ വർക്കി ചേട്ടനെ കാണണ്ടോ, ഓഹ് പാവം ഓടി ക്ഷീണിച്ചില്ല അനുഭവം. ചേട്ടാ അത് അഖിലേഷാണ് പറഞ്ഞു. എൻ്റെ ആഗ്രഹമാണത്, അത് അഖിലേഷാണെന്ന് പറയാൻ കാരണം എന്താ പറഞ്ഞാൽ എൻ്റെ അനിയൻ എനിക്ക് അതുപോലെയാണ്. കാരണം എനിക്ക് അവൻ എൻ്റെ ലൈഫാണ് ഭയങ്കരമായിട്ട് എൻ്റെ അഖിലേഷ്. അപ്പോൾ ഞാൻ ഈ വർക്കി ചേട്ടനെ ഞാൻ കാണുമ്പോൾ ഞാൻ നാളെ ഫ്യൂച്ചറിൽ ജോയി ചേട്ടൻ പോലെ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ അത് ആ രീതിയിൽ ആഗ്രഹിക്കുന്ന ഒരാളായി ഞാൻ ഇപ്പുറത്ത് എൻ്റെ അനിയൻ അതുപോലെ എനിക്കൊരു ഷെല്ല് ഒരുക്കിയിട്ടുണ്ടാവും എന്നുള്ളൊരു ആഗ്രഹം ഞാൻ അവിടെ പറഞ്ഞു. ഇതിപ്പോൾ അവിടെ പറഞ്ഞത് എനിക്കത് എത്രത്തോളം എനിക്കറിയില്ല, പക്ഷേ ഈ സമയത്ത് ഉണ്ടായ ഒരു ഇൻസിഡൻറ്റ് ഞാൻ സുരേഷ് ചേട്ടനോടും ജയരാജേട്ടൻ്റെ അടുത്തും പറഞ്ഞതാണ്. ജയരാജേട്ടൻ ഇപ്പോൾ അടുത്ത് കണ്ടപ്പോൾ പോലും അന്ന് എടാ നീ ഒന്ന് പറഞ്ഞത് ഇതൊക്കെ വെച്ചിട്ടായിരുന്നു. ഈ ബ്രദർഹുഡ് ഭയങ്കര പിന്നെ ഞാൻ ഒരുവിധം എൻ്റെ അനിയൻ്റെ പ്രായമുള്ള ആൾക്കാരെ മുഴുവൻ എനിക്ക് എൻ്റെ ബ്രദറായിട്ടാണ്. കുറേ ആൾക്കാരുണ്ട്. അത് ഈ ഫിലിം ഫീൽഡിൽ പ്രത്യേകിച്ച് ഇതൊരു സ്റ്റെബിലിറ്റി എല്ലാ കാര്യത്തിലും ഇല്ലാത്തൊരവസ്ഥയാണ്. ഇപ്പം നമ്മൾ വിചാരിക്കും ഇപ്പോൾ പണം കൊണ്ട് മാത്രമാണ് നടക്കുന്നത്, അല്ലെങ്കിൽ പണത്തിന് അല്ലെങ്കിൽ റെമ്യൂണറേഷന് ഇതിൽ മാത്രമല്ല. ഇപ്പോൾ ഒരു വലിയ സിനിമ ഉണ്ടായതിനു ശേഷം പലപ്പോഴും അവസരം കിട്ടാതെ ഇരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ അവസരങ്ങളുണ്ടല്ലോ. അപ്പോൾ ഏറ്റവും നമുക്ക് വേണ്ട ഒരു സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ബ്രദേഴ്സിനെ പോലെ കാണുന്ന ആളുകളും ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ തന്നെയാണ്. മെൻ്റൽ ഹെൽത്ത് വളരെ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. മെൻ്റൽ ഹെൽത്ത് നമ്മളിതൊരു ഈ പറഞ്ഞ പോലെ ഒരു ട്രാക്കിലൂടെ പോയിക്കൊണ്ടിരിക്കേണ്ടാവുക. ഇത് ഈ ട്രാക്കിൽ കൂടെ ചിലപ്പോൾ അതിവേഗതയിൽ പോകുന്ന വേറെ ആൾക്കാരുണ്ടാവും. ഇവിടുന്ന് തട്ടിപ്പുറത്ത് വന്നിട്ട് ഇവർ വേറെ സക്സസ്സിൽ വരും. ഈ സക്സസ് കണ്ടിട്ട് നമ്മളൊരിക്കലും ഡൗൺ ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തീർന്നു. നമ്മൾ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കണം. നേരത്തെ പറഞ്ഞ നാരായണത്തഭ്രാന്തൻ്റെ കല്ലും കൊണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. തൊട്ടപ്പുറത്ത് നമ്മളെ വിശ്വസിച്ച് വരുന്ന വേറെ ആൾക്കാരുണ്ടായിരിക്കും. ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ ഈ നൂൽപ്പാലം ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നമ്മുടെ മെൻ്റൽ സ്റ്റെബിലിറ്റി, നമ്മുടെ പ്രഷർ, വേറെ കാര്യങ്ങളുടെ അപ്പോഴേക്കും വേറെ കുറേ ആഗ്രഹങ്ങളുമായിട്ട് ഈ പറഞ്ഞ പോലെ എൻ്റെ വൈഫ് കുറേ ആഗ്രഹങ്ങളുമായിട്ട് ജീവിതം തുടങ്ങിയിട്ട ഒരാളാണ്. അത് നമുക്ക് മാനേജ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ബാലൻസ് ചെയ്യേണ്ടി വരും. ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഒരു പീക്ക് എത്തണ വരെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. യാങ്കറായി തുടങ്ങിയിട്ട് സൂപ്പർ സ്റ്റാർസ് ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ. ശിവകാർത്തികേയൻ, ആയുഷ്മാൻ ഖുറാന, ആസിഫ് അലി, ആസിഫാണ് കറക്റ്റ് എക്സാമ്പിൾ കുറെ കൂടി. അപ്പോൾ അവരൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് അവരെയൊക്കെ ഓർക്കുക അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഞാൻ ഈ ബാലേന്ദ്ര മേനോൻ സാറിനെ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നതേ അദ്ദേഹത്തിൻ്റെ ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന് പറഞ്ഞിട്ടൊരു ഷോ കോട്ടയത്ത് വെച്ചിട്ട്, ആ ഷോയിലെ ഒരു ബാക്ക് സൈഡ് സപ്പോർട്ടർ ആയിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. അങ്ങനെയാണ് സാറിനെ മീറ്റ് ചെയ്യുന്നത് ആ ടീമുമായിട്ട്. അന്നത്തെ ഈ പറഞ്ഞ നമ്മുടെ ആക്രാന്തപരമായിട്ടുള്ള എല്ലാ ഓവർ ഡൂ പരിപാടികളും ഉണ്ടാവുമല്ലോ, അറ്റൻഷൻ സീക്കിംഗ് എന്നുള്ളത്. അങ്ങനെ ഞാൻ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് സാറ് തന്നെയാണ് സണ്ണി ചേട്ടനോട് പറഞ്ഞത് നമുക്ക് അവനെ ദുബായിക്ക് കൊണ്ടുപോകാം, ഒരു സെഗ്മെന്റ് അവനെ കൊണ്ട് ഹോസ്റ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ അതിൻ്റെ മുമ്പ് ഞാൻ കുറേ പ്രോഗ്രാംസ് ഈ DTPC ഓണം ഫെസ്റ്റ് പോലെയുള്ള പരിപാടികൾ ഞാൻ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്, ആങ്കറിങ് ചെയ്യുന്നുണ്ട്, കാലിക്കറ്റ് ബീച്ചിലൊക്കെ ഉള്ള പരിപാടി. അങ്ങനെ ദുബായിൽ ഞാൻ നൈൽ ഹൗസ് ആങ്കർ ചെയ്യുന്ന ഒരു പോർഷനിൽ ഞാനാണ് ആങ്കർ ചെയ്തത്. അത് കഴിഞ്ഞപ്പോഴാണ് സാറ് പറഞ്ഞ് ഞാനിങ്ങനെ പടം തുടങ്ങുന്നുണ്ട് അതിൽ. അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്, ഞാൻ എന്ത് പ്രവൃത്തി ചെയ്യുന്നു ഇതെൻ്റെ നാളെ ചെയ്യാനിരിക്കുന്ന ഒരു പ്രവൃത്തിയുമായിട്ട് ലിങ്ക്ഡ് ആണ്. ഞാൻ ചെയ്യുന്ന ആങ്കറിങ് എന്ന് പറയുന്ന ജോലി അത് വന്നു നിന്നത് ഏഷ്യാനെറ്റിലെ വന്നു നിന്നതല്ല, അല്ലെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത് നിർത്തിയത് ഏഷ്യാനെറ്റിലെ സ്റ്റാർട്ട് മ്യൂസിക് എന്ന് പറയുന്ന പ്രോഗ്രാമിന് ആങ്കറായിട്ടാണ്. ഞാൻ വീട്ടിലിരുന്ന് കണ്ട് ശീലിച്ച ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡ് അല്ലെങ്കിൽ ഏഷ്യാനെറ്റിൻ്റെ വലിയ ബ്രാൻഡിൻ്റെ ഒരു അവാർഡിൽ അങ്ങനത്തെ 2 അവാർഡ് എൻ്റെ വീട്ടിലിരിക്കാൻ പറ്റി. അത് ഒരു ബെസ്റ്റ് ആങ്കർ അവാർഡും ബെസ്റ്റ് പെയർ അവാർഡും ഏഷ്യാനെറ്റ് എനിക്ക് തരുന്നൊരു സാധനം. അത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇൻക്ലൂഡിങ് ഈ കാര്യങ്ങളൊക്കെ നമുക്കിതുമായിട്ട് കണക്റ്റഡ് ആണ്.